ഞങ്ങൾക്ക് ഉറങ്ങണം, ഭക്ഷണം കൂടി ഇല്ല. നമസ്കാരം. പെരുമഴയിൽ കൊടും ദുരിതം പേറുകയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ. കാസർഗോട്ടും കണ്ണൂരും മലപ്പുറത്തും തൃശ്ശൂരുമെല്ലാം വെള്ളം കയറിയും വൈദ്യുതി പോസ്റ്റുകൾ വീണും റോഡുകൾ തകർന്നും ജനം മുൻപെന്നത്തെക്കാളും പൊറുതിമുട്ടുകയാണ് ഈ മഴക്കാലത്ത്. അത്യാധുനിക സാങ്കേതിക വിദ്യയും അടിസ്ഥാന സൗകര്യ വികസനവുമൊക്കെ നമ്മുടെ ദുരിതം കൂട്ടുകയാണോ? മഴക്കാലം ജീവനെടുക്കുന്ന ഒരു ഭീതിയായി മാറുന്നതിന് ആരാണ് ഉത്തരവാദികൾ? ഈ ദുരിതം നമ്മുടെ തലയിൽ കെട്ടിവെച്ചത് ആരാണ്? എൻകൗണ്ടർ തുടങ്ങുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. കേരളത്തിൽ ഇന്ന് ഏറ്റവും ശക്തമായ മഴ അടയാളപ്പെടുത്തിയതും ഏറ്റവും അധികം ദുരിതം പേറിയതും വടക്കൻ ജില്ലകളിലുള്ള ജനങ്ങളാണ്. ഇന്ന് അവിടെ നിന്നുള്ള ദുരിതക്കാഴ്ചകൾ കാണുമ്പോൾ ഇത് ഇന്നത്തെ മാത്രം കാഴ്ചയല്ല, എപ്പോഴെല്ലാം മഴക്കാലം ഉണ്ടാകുമോ അക്കാലത്തെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കായിരുന്നു? മഴ വരും എന്നത് അറിയാമായിരുന്നിട്ടും അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുന്നതിൽ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? 3 ജീവനുകൾ ഇന്ന് സംസ്ഥാനത്ത് പൊലിഞ്ഞു എന്നതുകൂടി കേൾക്കുമ്പോൾ ഈ ദുരിതത്തിൻ്റെ ആഘാതം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഇന്ന് എൻകൗണ്ടറിൽ 2 പ്രമുഖ വ്യക്തികളാണ് അതിഥികളായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ വടക്കൻ ജില്ലകളിലും ഇന്ന് ദുരിതം ഏറ്റവും അധികം അനുഭവപ്പെട്ട മേഖലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം അവിടെ നിന്നുള്ള വിവരങ്ങളുമായി ഉണ്ടാകും. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബി കമാൽ പാഷ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ നിലവിലെ സാഹചര്യങ്ങളിൽ ഒരു സാമൂഹിക നിരീക്ഷകൻ എന്ന നിലയിൽ കൂടിയായിരിക്കും. കാരണം ഇത് എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ ഉണ്ടാകാത്തത്? എന്താണ് ശ്രീ കമാൽ പാഷയെ പോലുള്ള ഒരാൾക്ക് ഈ കാര്യങ്ങൾ കണ്ട് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. ഒപ്പം തന്നെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ശ്രീ ഫഹദ് മർസൂഖ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ കമാൽ പാഷ സർ, ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന ഒരു ടൂറിസം ടാഗ് ലൈനൊക്കെ കേരളത്തിന് മേൽ വന്നു വീഴുന്നതിന് എത്രയോ മുൻപ് കേരളത്തിലെ ഋതുഭേദങ്ങൾ അത് വളരെ കൃത്യമായി, ഇപ്പോൾ ഇടവപ്പാതിയാണെങ്കിലും കർക്കിടകമാണെങ്കിലും അതല്ല അതിന് ശേഷമുള്ള മാസങ്ങളിലെ നമ്മുടെ മാറി വരുന്ന കാലാവസ്ഥ സംബന്ധിച്ച കാര്യങ്ങളിൽ നമുക്ക് കൃത്യതയുണ്ടായിരുന്നു. അതിനനുസരിച്ച് നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ടവർ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു, തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു, അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കമാൽ പാഷ സാർ, താങ്കൾ കണ്ടിട്ടുണ്ടാകും, ഇന്ന് രാവിലെ മുതൽ ടെലിവിഷൻ കാണുന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ. ഇന്ന് 3 പേരാണ് ഈ മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് നമ്മുടെ നാട്ടിൽ മരിച്ചിട്ടുള്ളത്. ആലപ്പുഴയിലെ കടലിൽ വീണ ഒരു വിദ്യാർത്ഥി, പാലക്കാട് മണ്ണാർക്കാട് വീട് തകർന്ന ഒരു വയോധിക, കാസർഗോഡ് ഒഴുക്കിൽപ്പെട്ട് ഒരു 8 വയസ്സുകാരൻ. അതുമാത്രമല്ല പലയിടങ്ങളിലും ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. എങ്ങനെയാണ് ജസ്റ്റിസ് ബി കമാൽ പാഷ താങ്കൾ ഈ സാഹചര്യങ്ങളെ കാണുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് ഓരോ മഴക്കാലത്തും ഈ ദുരിതം പേറേണ്ടി വരുന്നത്? ശ്രീ ഗോപീഷൻ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല, നിർവാഹമില്ല. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആയാലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആയാലും ഒരുപോലാണ്. കാരണം ഇവിടെ നാഷണൽ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എനിക്ക് മെനഞ്ഞാന്ന് വൈകുന്നേരം എനിക്ക് ഈ നിലമ്പൂർ ഭാഗത്തുനിന്ന് എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടതായിട്ട് വന്നു. നിലമ്പൂർ പോയതല്ല, അവിടെ വേറൊരു മീറ്റിങ്ങിന് പട്ടാമ്പിക്ക് അപ്പുറത്ത് പോയതാണ്. അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നു. ഞാൻ ആ ചാലക്കുടി ഭാഗത്ത് 1 മണിക്കൂർ ആ റോഡിൽ കിടന്നു കേട്ടോ, 1 മണിക്കൂർ. വാഹനങ്ങളെല്ലാം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. ഇന്ന് അതിലും ഗുരുതരമായിട്ടുള്ള അവിടെ ട്രാഫിക് അത് ബ്ലോക്കാണെന്നാണ് രാവിലെ മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ കണ്ട് മനസ്സിലാക്കിയത്. എത്ര മണിക്കൂറുകളാണ് ആളുകൾ റോഡിൽ കിടക്കുന്നതെന്നറിയോ? വളരെ കഷ്ടമാണ്. ഇനി അതിൻ്റെ കാര്യം എന്താ? ഇനിയിപ്പോൾ വേറെ ഇന്നിപ്പോൾ നമ്മൾ കണ്ടു വലിയ അതിൻ്റെ റോഡിൻ്റെ സൈഡിൽ ഇവർ ഏതാണ്ട് ഈ സിമൻ്റൊക്കെ പറ്റിച്ച് വെക്കും കേട്ടോ, കുഴിച്ചിട്ട് അതിനേതാണ്ട് കമ്പി അടിച്ച് കയറ്റി ഞങ്ങൾ അങ്ങനെ ചെയ്യുകയാണ് ഇങ്ങനെ ചെയ്യുകയാണ് ഏതാണ്ട് പെയിൻ്റ് അടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് സിമൻറ്റ് അതിനകത്ത് പൂശി വെക്കും മണ്ണിനകത്ത്. അത് മുഴുവനായിട്ട് ഇടിഞ്ഞ് തകർന്ന് വീഴുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അത്. കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? എന്തുമാത്രം ദുരിതവും ബത്തപ്പാടുമാണ് ആളുകൾക്ക്. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു വീട്,
ആ വീടിൻ്റെ ആ മാർജിൻ വരെ, അതായത് അതിൻ്റെ ആ ബേസ്മെൻറ്റ് വരെയുള്ള ഭാഗം ഇടിഞ്ഞു കഴിഞ്ഞു റോഡ്. ആ വീട് അതിനകത്ത് മനുഷ്യർക്ക് താമസിക്കാൻ പറ്റുമോ? എന്ത് ചെയ്യും? ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. ഇനി അതുപോലെ തന്നെ വേറെ ഒരു ഇതാണ് ഇവിടെ നോർത്ത് പറവൂര് ഇപ്പുറത്ത് നമ്മൾ എന്തോ ആ മൂത്തകുന്നോ ആ സ്ഥലത്തിൻ്റെ പേര്, അവിടെ 16 വീട്ടുകാർ കുടുംബങ്ങൾ അത് തന്നെ 16 വീട്ടുകാർ ഉണ്ടല്ലോ, അവർ ഇപ്പോൾ തെരുവിലാണ്. കാരണം റോഡിൽ അവർക്ക് വീട്ടിൽ കിടക്കാൻ ഒക്കത്തില്ല. കാരണം വെള്ളം അതിനകത്ത് അതുപോലെ ഉയർന്നിരിക്കുകയാണ്. കക്കൂസ് ഒന്നും ഉപയോഗിക്കാൻ ഒക്കത്തില്ല അവർക്ക്. കഷ്ടമല്ലേ, എന്ത് ചെയ്യും? മനുഷ്യനല്ലേ. അവരെ അവസാനം അവരൊന്ന് ഒഴിഞ്ഞു പോകാൻ പോവുകയാണ്. റോഡ് പണി, കാനയൊക്കെ അടച്ച അശാസ്ത്രീയമായിട്ടുള്ള പണി. ഇങ്ങനെ ഇതൊക്കെ അടയ്ക്കുമ്പോൾ നമ്മുടെ സർക്കാരിന് ഇതിനകത്ത് ഇത് മേലാൽ ഇത് വാട്ടർ കോഴ്സ് തടയാൻ പാടില്ല എന്ന് അവർ പറയണ്ടേ? അതിനല്ലേ മാർഗം ഉണ്ടാക്കണം എന്ന് പറയേണ്ടത് ആരുടെ ജോലിയാണ്? അതിന് പകരം നടന്ന് റീൽസൊക്കെ എടുത്ത് ഇതിൻ്റെ ഗുണം കിട്ടുമ്പോൾ അത് ഞങ്ങളുടേത്. പക്ഷേ ഇപ്പോൾ കയ്യം കൊഴിഞ്ഞു, ഞങ്ങൾക്കിത് കാര്യമൊന്നുമില്ല, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ശരിയാണ്, ഇന്ത്യയുടെയാണ്, സത്യമാണ്. ആ പറയുന്നത് തെറ്റൊന്നുമില്ല. കാരണം പണി മറ്റവരാ ചെയ്യേണ്ടത്. പക്ഷേ ഇത് നോക്കാനും ഇവിടുത്തെ ജനങ്ങളുടെ സൗകര്യം നോക്കാനും അവരെ സുരക്ഷ നോക്കാനും നമ്മുടെ സർക്കാരിന് ബാധ്യതയില്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതുപോലെ കെട്ടിടങ്ങൾ, ഇപ്പോൾ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നു ഒരുപാട്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, എത്ര വീടുകൾ ഇടിഞ്ഞു വീഴുകയാണ്. ഒരുപാട് വീടുകൾ മനുഷ്യന് താമസിക്കാൻ വയ്യ. ഇടിഞ്ഞു വീഴുന്നതിൻ്റെ പലപ്പോഴും ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അതിൻ്റെ പ്രശ്നം. റോഡ് നേരത്തെ മുതൽ നമ്മൾ കാണുന്നതാണ്. വിണ്ട് കീറുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ക്രവിസ് ഉണ്ടായിട്ട് അതിനകത്ത് വെള്ളം ഇറങ്ങി അതിന് ചെയ്യുന്ന പണി എന്താ? അതിന് കുറച്ച് ടാറ് എടുത്ത് അധികം ഒഴിക്കും കേട്ടോ, ആളുകളെ കാണാതിരിക്കാൻ. പ്രത്യേകിച്ച് നിങ്ങളെയൊക്കെയാണ് മാധ്യമങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇതിനകത്ത് കുറച്ച് ടാർ ഒഴിച്ച് വെക്കും. കാരണം ഫോട്ടോ എടുത്ത് കാണിക്കരുത്, അതാണ് കാര്യം. ഇത് കാണിക്കാതിരുന്നാൽ മതി. ഇത് വീണ് വിണ്ട് കീറി വാഹനങ്ങളും എല്ലാം താഴെ വീണ് ജനങ്ങൾ കൊല്ലപ്പെടുന്നതിൽ ഇവിടെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതാരും അറിയരുത്, അതാണ് കാര്യം. ഇതുപോലെ തന്നെ സ്കൂൾ കെട്ടിടം ഈ അടുത്ത സമയത്ത് ഒരു മേൽക്കൂര മുഴുവനായിട്ട് വീണു. ഭാഗ്യത്തിന് സ്കൂൾ അന്ന് അവധിയായിരുന്നുകൊണ്ട് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടില്ല. ഇല്ലെങ്കിൽ എത്ര കുരുന്നുകളാണ് അതിൽ കൊല്ലപ്പെടാനുണ്ടായിരുന്നത് നമ്മൾ ചിന്തിക്കണ്ടേ? ഇത് അതുപോലെ മരങ്ങൾ ഒടിഞ്ഞു, ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പുതിയ കാര്യമല്ല. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ നേരത്തെ തന്നെ ഉള്ള റിപ്പോർട്ടൊക്കെ ഉള്ളതാണ്. അതിനകത്ത് ഇന്നതുപോലെ ഇപ്പം പണ്ടത്തെ പോലല്ല, കുറച്ച് കാര്യക്ഷമത ഉണ്ട് ആ വകുപ്പിന്. അവർ ശരിയായിട്ട് പറയും ശക്തമായ മഴയുണ്ട്, അത് ഇവിടെ ഇരുന്നുകൊണ്ട് റെഡ് അലർട്ടിൽ നിന്നും ഓറഞ്ചെന്നും പറഞ്ഞാൽ കാര്യം മതിയോ? ഇതൊക്കെ ഉണ്ടാകുമെന്ന് നേരത്തെ അറിയുമ്പോൾ അതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ ചെയ്യണം. അത് മാത്രമോ ഈ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം? ഇനി ഇത് പോട്ടെ, റോഡ് നടക്കുന്നവർ അവരുടെ എല്ലാം വീടുകൾ കടലെടുക്കല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും, അത് കടൽ കയറുന്നതിന് ഞങ്ങൾ എന്തോ ചെയ്യുമെന്ന് ചോദിക്കും. അവിടെ പാറയൊക്കെ ഇട്ട് അത് അവിടെ ബലപ്പെടുത്തി ശരിയാക്കി എടുക്കേണ്ട ബാധ്യത ആർക്കാണ്? ഗവൺമെൻറ്റിനെയാണ്, ജനങ്ങൾ താമസിക്കേണ്ടതാണ്. അപ്പോൾ ഇത് നേരത്തെ ഉള്ള മുന്നൊരുക്കങ്ങൾ ഞാൻ പറഞ്ഞത് ഇത് ചെയ്യാമായിരുന്നു. ആ ചെയ്യാത്തതിൻ്റെ എല്ലാ കുഴപ്പവും നമ്മൾ കാണാനുണ്ട്. അതുപോലെ എവിടെയൊക്കെ വെള്ളം കയറും, ഇത് അറിയാൻ വയ്യാത്തൊന്നും അല്ലല്ലോ. പല ഭാഗങ്ങളിലും ഈ വെള്ളം കയറുന്നു, മഴക്കെടുതി ഉണ്ടാകുന്നു. അവിടെ എല്ലാം അതുപോലെ അശാസ്ത്രീയമായ റോഡ്, അതേപോലെ തന്നെ ഒരു യാതൊരു മുന്നൊരുക്കവും ഇല്ലാത്ത പണി, ആ റോഡ് പണി അതങ്ങോട്ട് വന്നിട്ട് ഇതെല്ലാം ബണ്ട് കെട്ടി അടച്ചു വെച്ചേക്കാണ്. അടച്ചു വെച്ചാൽ അതൊന്ന് തുറന്നു വിട്ടാൽ വെള്ളം ഇതിലേക്ക് കൂടെ. കമാൽ പാഷ സാർ ഇപ്പോഴീ പറഞ്ഞത് തൃശ്ശൂർ പടിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സാർ ഒരു പക്ഷെ കണ്ടു കാണും, 100-ലധികം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അത് ഒറ്റ കാര്യമാണ്, അവിടെ ഒരു പാലമുണ്ട്, അവിടെ ഒരു ബണ്ട് കെട്ടിയിട്ടുണ്ട്, അത് തുറക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അവർ വീട് വെള്ളം ഏതാണ്ട് പൂർണ്ണമായി മതിലറ്റം നിറഞ്ഞു. കാസർഗോഡ് ഇതേപോലെ തേജസ്വിനി പുഴ കര കവിഞ്ഞു, നേരെ വീടുകളിൽ വെള്ളം കയറി. അവർക്ക് കുടിവെള്ളമില്ലാത്ത അല്ലെങ്കിൽ വെള്ളം എടുക്കാൻ പറ്റില്ല, അത്രയും ചെളിവെള്ളം നിറഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ട്. മാത്രമല്ല ഈ വളരെ സങ്കീർണോ അല്ലെങ്കിൽ വളരെ തീവ്രമായ കാലാവസ്ഥ, എക്സ്ട്രീം ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, അവിടെ അമേരിക്കയിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഇതിലും എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റ് ഉണ്ട്. അവരൊക്കെ വളരെ ഫലപ്രദമായ ആളുകളുടെ സുരക്ഷ മുൻനിർത്തി അതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തുന്നു. സുരക്ഷിതമായ ഇടങ്ങളിൽ കൃത്യമായി വാർണിംഗ് കൊടുക്കുന്നു, ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നു. ഇതിലും വലിയ കൊടുങ്കാറ്റും തീവ്ര മഴയും ഒക്കെ നേരിടുന്ന അവിടുത്തെ ആളുകൾക്ക്, ആ മേഖലയിലുള്ള ആളുകൾ സുരക്ഷിതരായിരിക്കുന്നു. നമ്മളിവിടെ ഒരു ചെറിയ മഴ പെയ്യുമ്പോഴേക്കും വെള്ളക്കെട്ടായി ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. വൈദ്യുതി കമ്പി വീണ് അതുകൊണ്ടുണ്ടാകുന്ന അപകടം, മരച്ചില്ല ഒടിഞ്ഞു വീണുണ്ടാകുന്ന അപകടം, കുട്ടികളുടെ ഇന്നിപ്പോൾ കമാൽ പാഷ സാർ പറഞ്ഞതുപോലെ പരപ്പനങ്ങാടിയിൽ ഒരു സ്കൂളിൽ അതിൻ്റെ മേൽക്കൂര പറന്നു പോയിട്ടുണ്ട്. കൊച്ചുകുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സിന് മുകളിൽ മേൽക്കൂരയില്ല. ഇന്ന് സ്കൂൾ അവധിയായതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു. കമാൽ പാഷ സാർ, ഞാൻ ഈ ചർച്ച നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വന്ന ഒരു ദൃശ്യമുണ്ട്, താങ്കളൊന്ന് കണ്ടു നോക്കൂ. സുർജിത് അയ്യപ്പത്ത് ഞങ്ങളുടെ പ്രതിനിധിയാണ് ആ ദൃശ്യം നൽകിയിട്ടുള്ളത്. കാറ്റിലും മഴയിലും ഒക്കെ മാനന്തവാടിയിൽ മരം വീണെന്നാണ്. ഒരു വിദ്യാർത്ഥിനി വളരെ
കഷ്ടിച്ച് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ ആദ്യം നമുക്കൊന്ന് കാണാം. ആ ദൃശ്യങ്ങൾ പൂർണ്ണമായി കാണിക്കാം. ആ കുട്ടിയുടെ തൊട്ടടുത്താണ് ആ മരച്ചില്ല വീണ് കിടക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്തുണ്ട് വിവരങ്ങൾ നൽകാൻ. സുർജിത്ത്, ഇത് എവിടെ വെച്ചാണ് ഈ സംഭവം? ഗോപി, ഇത് നടക്കുന്നത് മാനന്തവാടിയാണ്. മാനന്തവാടി കൊയിലേരി റോഡുണ്ട്. മാനന്തവാടി നഗരത്തിൽ നിന്ന് ബീവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. ഔട്ട്ലെറ്റിന് സമീപത്ത് അതിന് താഴെയുടെ ഇറങ്ങിയെത്തുന്ന ഒരു റോഡാണ്. ആ റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നാണ് ഈ മരം പൊട്ടി വീണത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ഈ പ്രദേശത്ത് ധാരാളം മരങ്ങൾ, അതായത് ഇവിടുത്തെ വയനാട്ടിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇങ്ങനെ റോഡുകൾക്ക് അരികിലായി ഇങ്ങനെ മരങ്ങൾ, അപകട ഭീഷണിയുള്ള മരങ്ങൾ ധാരാളമുണ്ട്. അത്തരത്തിലൊരു അപകടമാണ്. ആ അപകടത്തിൽ നിന്നൊരു വിദ്യാർത്ഥിനിയാണ് അത്ഭുതകരമായി രക്ഷപ്പെടുന്നത്. ഒരു കാറിൻ്റെ, അനന്തു രമേശ് എന്ന് പേരുള്ള മാനന്തവാടി സ്വദേശിയുടെ കാറിൻ്റെ ഡാഷ്ബോർഡിലാണ് വെച്ച ക്യാമറയിലാണ് ആ ദൃശ്യം കുടുങ്ങിയത്. അതായത് വിദ്യാർത്ഥിനി നടന്നു വരുന്നത് തൻ്റെ സുഹൃത്ത് ഒരു കടയിൽ കയറിയിരുന്നു. ആ കടയിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നടന്നു വരികയാണ് ആ കുട്ടി. ആ കടയിലേക്ക് ആ കുട്ടി കൂട്ടുകാരിയെ തേടി പോകുന്ന ആ ഒരു ഘട്ടത്തിലാണ് ഈ മരം പൊട്ടി വീഴുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും ഇത്തരത്തിൽ ധാരാളം അപകട ഭീഷണിയുള്ള മരങ്ങൾ, പ്രത്യേകിച്ച് ദേശീയപാതയോരത്ത് വരെ അപകട ഭീഷണിയുള്ള ധാരാളം മരങ്ങളുണ്ട്. അത് വലിയ പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുകയാണ്. കാരണം പലപ്പോഴും ഈ വനമേഖലയിൽ കൂടെ കടന്നു പോകുന്ന പാതയിൽ സമാനമായ അപകടങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. KSRTC ബസ്സിന് മുകളിലെല്ലാം തന്നെ വീഴുന്ന ഇത്തരത്തിൽ മരം പൊട്ടി വീഴുന്ന ഒരു അനുഭവം അപകടാവസ്ഥ ഉള്ള ഒരുപാട് മരങ്ങൾ മൂലം സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സുൽത്താൻ ബത്തേരി നഗരത്തിൽ നിന്ന് നേരെ പോകുന്ന വഴി, അതായത് മൈസൂരിലേക്കെല്ലാം പോകുന്ന അത് കാനന പാതയാണ്. ആ പാതയിലൂടെ കടന്നു പോകുന്ന വഴിയിൽ നിരവധി മരങ്ങളാണ് ഇതിനകം പൊട്ടി വീണത്. കഴിഞ്ഞ ദിവസം ദൊട്ടപ്പൻകുളത്ത് ഇതുപോലെ ഒരു അപകടമുണ്ടായി. പുൽപ്പള്ളി റോട്ടിൽ സമാനമായ അപകട ഭീഷണിയുള്ള മരങ്ങളുണ്ട് എന്നുള്ളത് നാട്ടുകാർ വിളിച്ചു പറയുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു ദൃശ്യം പുറത്ത് വന്നിരിക്കുന്നത്. മാനന്തവാടി ബീവറേജ് കോർപ്പറേഷൻ്റെ താഴെയുള്ള അതിന് മുന്നിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ് കൊയിലേരി റോഡ്. പനമരത്തേക്കും മറ്റും കൽപ്പറ്റയിലേക്കും എല്ലാം തന്നെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡിലാണ് ഇങ്ങനെ ഒരു കുട്ടിയുടെ മുകളിലേക്ക് ഇത് വീഴുന്നത്. പക്ഷേ അത്ഭുതകരമായ കുട്ടി ഒരു പരിക്കുമില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ. ഇപ്പോൾ ഇന്ന് മഴയുടെ തോത് വളരെ കുറവാണ്. വയനാട്ടിനെ സംബന്ധിച്ച് റെഡ് അലേർട്ട് ആയിരുന്നെങ്കിലും മഴയുടെ തോത് കുറവാണ്. പക്ഷേ ചില സംഭവങ്ങൾ, ഇപ്പോൾ കിണർ ഇടിഞ്ഞു വീഴുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഇല്ലത്തുമൂല എന്ന് പറയുന്ന സ്ഥലത്താണ് കിണർ ഇടിഞ്ഞ് വീണത്. മുണ്ടിയാടി കേശവൻ നമ്പ്യാരുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. 26 റിങ്ങുള്ള കിണറായിരുന്നു. ആ കിണർ താഴേക്ക് ഇടിഞ്ഞ് താഴേക്ക് പോയി അതിൻ്റെ ആ കൈവരി ഭാഗങ്ങൾ, അതായത് വാക്കല് ഭാഗങ്ങൾ, അത് മണ്ണിനോട് മുട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പല മേഖലയിലും. അതിലെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം ഈ മരം പൊട്ടി വീഴുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ അപകട ഭീഷണിയുള്ള മരങ്ങളെല്ലാം തന്നെ മുറിച്ചു നിൽക്കാനുള്ള നടപടിയിലേക്ക് കടക്കണം എന്നുള്ള ആവശ്യമാണ് നാട്ടുകാരെല്ലാം ഉയർത്തുന്നത്. സ്വാഭാവികമല്ലേ സുർജിത്ത്, ഇതുപോലെ അപകട ഭീഷണിയുള്ള മരങ്ങൾ വലിയ കാറ്റും മഴയും ഒക്കെ പ്രവചിക്കപ്പെടുന്ന ഈ സമയത്ത് മുറിച്ചു മാറ്റുക, അതേപോലെ തന്നെ റോഡിൽ അപകടകരമായ കുഴികളുണ്ടെങ്കിൽ അത് നികത്തേണ്ട നടപടി സ്വീകരിക്കുക, ഈ മണ്ണിടിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, വയനാട് പോലെയുള്ള മലയോര മേഖലയിൽ ജനങ്ങൾക്ക് വേണ്ട സുരക്ഷ ഉറപ്പാക്കുക, ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഭരണകൂടം കൃത്യമായി ചെയ്യേണ്ടതാണ്. നാട്ടുകാർ സ്വാഭാവികമായി പ്രതിഷേധിക്കും ഇത്തരം സന്ദർഭങ്ങളിൽ. ജീവന് ഭീഷണിയാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഇന്ന് ഏറ്റവും അധികം മഴ ലഭിച്ച ഒരിടമാണ് കാസർഗോഡ്. അവിടെ തന്നെ കുമ്പളയിലാണ് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണ് റോഡിലേക്ക് വീഴുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. തേജസ്വിനി പുഴ കരകവിഞ്ഞു. അതിന്റെ ഭാഗമായി അവിടെ വീടുകളിൽ വെള്ളം കയറി. നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ TV ശാന്തിയുടെ വീട്ടിൽ പോലും വെള്ളം കയറിയ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ് നിന്ന് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനുമുണ്ട്. ഞാൻ ഒരു നിമിഷം ഒന്ന് ഇടുക്കിയിലേക്ക് പോയിട്ട് വരാം. രാഹുൽ, ഇടുക്കിയിലെ ഇന്നത്തെ സാഹചര്യം എന്തായിരുന്നു? ഞാൻ വരാം. അരുൺ പാറക്കലുണ്ട് കാസർഗോഡ് നിന്ന്. അരുൺ, കുമ്പളയിലാണ് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണ് ഉണ്ടായ അപകടം. അത് ഭാഗ്യത്തിനാണ്. ഇതുപോലെ തന്നെ ഈ കുട്ടി ഇപ്പോൾ പോകുമ്പോൾ മരച്ചില്ല വീണുണ്ടായ ആ സാഹചര്യം പോലെ തന്നെ മേൽക്കൂര റോഡിലേക്ക് വീണത്, ഇരുമ്പ് മേൽക്കൂര. ഭാഗ്യത്തിന് രക്ഷപ്പെട്ട ആളുകൾ ആരും ഉണ്ടായിരുന്നില്ല. അതുപോലെ വെള്ളക്കെട്ടിലായിരുന്നു രാവിലെ അരുൺ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ TV ശാന്തിയുടെ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഇത് എല്ലാ മഴക്കാലത്തും ഇത് തന്നെയാണോ അവിടുത്തെ അവസ്ഥ അരുൺ? ഈ മേൽക്കൂര തകർന്നു വീണത് അതിന്ന് രാവിലെ പുലർച്ചെ 5:30 കൂടിയാണ്. അതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ തന്നെ കാണാൻ കഴിയുമ്പോൾ അത് വലിയൊരു ഇരുമ്പിൻ്റെ മേൽക്കൂരയാണ്. ഒരു 3 നില കെട്ടിടമാണ്. ആ 3 നില കെട്ടിടത്തിൻ്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. അത് വലിയ തോതിൽ അത് റോഡിലേക്ക് പതിക്കുകയായിരുന്നു. KSBT റോഡാണ്. ഈ
കുമ്പളയിലുള്ളത്. അതിനെ വാഹനങ്ങളൊക്കെ പോകുന്ന, അതായത് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വാഹനങ്ങൾ പോകുന്ന ഒരു റോഡാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ളൊരു അപകടമുണ്ടായത്. ശക്തമായ കാറ്റ് അത് ഇന്നലെ രാത്രി മുതൽ തന്നെ കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ മേൽക്കൂര തകർന്നു വീണതെന്നാണ് പറയുന്നത്. എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു പരിശോധന നേരത്തെ തന്നെ നടത്തണമായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതൊന്നും നടത്തിയില്ല. എവിടെയൊക്കെ കെട്ടിടങ്ങൾക്ക് കേടുപാടുണ്ട്, പരിഹരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ഒരു പരിശോധന വേണമായിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല. മറ്റൊരു കാര്യം, നീലേശ്വരം നഗരസഭയ്ക്ക് കീഴിലെ പോടോം തുരുത്തിയിലാണ് ഇന്ന് കൂടുതൽ വീടുകളിൽ വെള്ളം കയറിയത്. ഒരു 60ഓളം വീടുകളിൽ ആ പ്രദേശത്ത് വെള്ളം കയറിയിട്ടുണ്ട്. അത് വലിയ തോതിലാണ് വെള്ളം കയറിയിരുന്നത്. അതായത് തേജസ്വിനി പുഴ കരകവിയുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നതാണ്. ഈ പ്രദേശം ഒരു താഴ്ന്ന പ്രദേശമാണ്. അവിടെ ഈ കടലും ഈ പുഴയുമൊക്കെ സംഗമിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. വേലിയേറ്റ സമയത്ത് വെള്ളം ഇങ്ങനെ ഈ കരയിലേക്ക് അടിക്കുന്നൊരു സാഹചര്യം അവിടെ ഉണ്ട്. എന്തായാലും ഇന്നലെ രാവിലെ മുതൽ തന്നെ അവിടേക്ക് കുറച്ചൊക്കെ വെള്ളം കയറുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും മുട്ടിന് മുകളിലേക്ക് വെള്ളം കയറുന്നൊരു സ്ഥിതി ഉണ്ടായി. ഈ വീടിൻ്റെ ചുറ്റുമതിലൊക്കെ മുങ്ങുന്നൊരു സാഹചര്യമാണ് ഈ നീലേശ്വരത്തുണ്ടായത്. എന്തായാലും 60ഓളം വീടുകൾ അവിടെ പകുതിയോളം വെള്ളത്തിലായി. അതിൽ കുറേ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു, കുറേ പേരെ ബന്ധുവീടിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കുറേ ആളുകളൊക്കെ പറയുന്നത് ഞങ്ങൾ സ്ഥിരമായി ഇത് അനുഭവിക്കുന്നുണ്ട്, ഇതിനൊരു പരിഹാരം ഉണ്ടാവുന്നില്ല, ഒരു ശാശ്വത പരിഹാരം വേണം, അതുകൊണ്ട് മരിക്കും വരെ ഈ പ്രദേശത്ത് തന്നെ തുടരാം എന്നാണ് കുറേ ആളുകൾ ഒരു പ്രതിഷേധ സൂചകമായി പറയുന്നത്. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ, അതായത് കാസർഗോഡ് ജില്ലയിൽ ഇന്ന് അതിതീവ്ര മഴയുണ്ടായിരുന്നു. പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി. ധർമ്മത്തടുക്കയിലൊക്കെ ഒരു കുന്ന്, അത് ആ തൊപ്പിക്കുന്നെന്നാണ് ആ പ്രദേശവാസികൾ പറയുന്നത്. ആ തൊപ്പിക്കുന്ന് ഇടിഞ്ഞ ഈ കാറിന് മുകളിലേക്ക് വീഴുന്നൊരു കാഴ്ച, അത് അതിഭയാനകമായൊരു കാഴ്ചയായിരുന്നു. കാറിൻ്റെ പകുതിയോളം, ഒരു ആൾട്ടോ കാറാണ്, ആ കാറിൻ്റെ പകുതിയോളം ഭാഗം ഈ മണ്ണിടിഞ്ഞ് മണ്ണിനടിയിലാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റൊന്ന്, അവിടെ ഒരു പാർട്ടി ഓഫീസ് ഉണ്ടായിരുന്നു, CPMൻ്റെ ഒരു പാർട്ടി ഓഫീസ് ഉണ്ടായിരുന്നു. ആ പാർട്ടി ഓഫീസൊക്കെ തകർന്നു വീഴുന്ന ആ ദൃശ്യം നമുക്ക് ലൈവായി കാണാൻ കഴിയുന്ന പോലെയായിരുന്നു ആ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഈ ദേശീയപാത കടന്നു പോകുന്ന പ്രദേശങ്ങളായിരുന്നു മറ്റ് അപകടങ്ങൾ ഉണ്ടായത്. ബേവിഞ്ച ഭാഗത്ത് മണ്ണിങ്ങനെ ഇടിഞ്ഞു വീഴുകയായിരുന്നു. അത് വലിയൊരു ഭാഗത്ത്, അതായത് ഒരു 150 മീറ്ററോളം ഭാഗത്ത് വലിയൊരു കുന്ന് താഴേക്ക് ഇടിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിക്കുന്ന ദൃശ്യമാണ്. ആ ബേവിഞ്ചയിൽ ഭാഗത്ത് മണ്ണ് പൂർണ്ണമായി ഇടിഞ്ഞ് ഈ നമ്മുടെ റോഡിലേക്ക് വീഴുന്ന ആ കാഴ്ച. ഞാൻ ശ്രീ ഫഹദ് മർസൂഖ് ഉണ്ട്, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രതിനിധീകരിച്ച്. ശ്രീ ഫഹദ് മർസൂഖ്, കേരളത്തിൽ ഈ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഒരു വിലയുമില്ലേ എന്ന് ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ തോന്നിപ്പോകും. ഇപ്പോൾ ദുരന്ത നിവാരണത്തിന് ഒരു ദുരന്തം സംഭവിക്കുക എന്നതിന് മുമ്പ് തന്നെ എടുക്കേണ്ട തയ്യാറെടുപ്പുകളും മുൻകരുതലുകളും ഒക്കെയല്ലേ നമുക്ക് ആവശ്യം. നമുക്ക് സർക്കാരുണ്ട്, അതുപോലെ തന്നെ ലോക്കൽ ബോഡീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്, കോർപ്പറേഷനുകളുണ്ട്, നഗരസഭകളുണ്ട്, അതുപോലെ തന്നെ അതിന് താഴെ ജനപ്രതിനിധികൾ നേതൃത്വം കൊടുക്കുന്ന സംഘങ്ങളുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് വീട്ടിലിരിക്കാനോ പുറത്തിറങ്ങി നടക്കാനോ ഒന്നും സുരക്ഷിതമല്ലാത്ത ഒരു അവസ്ഥയായി ഈ മഴക്കാലം മാറുന്നത്? നമുക്ക് ഗോപികൃഷ്ണൻ താങ്കൾ പറഞ്ഞതുപോലെ മുന്നൊരുക്കങ്ങളാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടുന്ന കാര്യം. മുന്നൊരുക്കങ്ങൾക്ക് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞ് അവിടെയുള്ള രക്ഷാപ്രവർത്തനമല്ല നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം, അല്ലെങ്കിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന പ്രവർത്തനം. അത് നിർഭാഗ്യവശാൽ പലപ്പോഴും നമുക്ക് ദുരന്തങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്താൻ നമുക്ക് സാധിക്കാറുണ്ട്. പക്ഷേ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ എല്ലാ സർക്കാർ സംവിധാനങ്ങളും ചേർന്ന് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് പരിചിതമല്ലാത്ത ഒരു തീവ്ര സ്വഭാവത്തിലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ നമുക്ക് തുടർച്ചയായിട്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസം മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്നലെയും ഇന്നുമായി കേരളത്തിലെ പലയിടത്തും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കാറ്റിൻ്റെ വേഗത 60 കിലോമീറ്ററിൻ്റെ മുകളിലാണ്. മണിക്കൂറിൽ 60 കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റടിക്കുന്നു. അതായത് ഒരു ചുഴലിക്കാറ്റ് സംഭവിക്കുന്ന സമയത്ത് ഒരു സാധാരണ ചുഴലിക്കാറ്റിൻ്റെ അതിനകത്തുള്ള പരമാവധി കാറ്റിൻ്റെ വേഗത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് നമ്മളൊരു കാറ്റിനെ വിളിക്കുക 62 കിലോമീറ്റർ, മണിക്കൂറിൽ 62 കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റടിക്കുന്ന സമയത്താണ്. അപ്പോൾ അത്തരത്തിലുള്ള കാറ്റ്, അതിഭീകരമായിട്ട് വലിയ ശക്തമായ കാറ്റ്, നമ്മൾ സാധാരണ ഒരു 30 മുതൽ 40 ഇടയിൽ വരുന്ന കാറ്റാണ് നമുക്ക് ഏറ്റവും കൂടിയ കാറ്റായിട്ട് നമ്മുടെ കാലവർഷ സമയത്ത് അല്ലെങ്കിൽ മൺസൂൺ സമയത്ത് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിന് 60 കിലോമീറ്ററിലധികം വേഗതയിൽ ഒരു വളരെ കുറച്ച് സമയമാണെങ്കിലും കാറ്റ് വീശിയടിക്കുന്നു. അറബിക്കടലിൽ തന്നെ ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ഇപ്പോൾ കുറച്ച് നേരം മുന്നേ എനിക്ക് പുതിയ അപ്ഡേറ്റ് തന്നത് 74 കിലോമീറ്ററിൽ അധികം വേഗതയിലാണ് അറബിക്കടലിൽ പലയിടത്തും
പിന്നെ നമ്മുടെ റഡാർ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് കാറ്റുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രതിഫലനം എന്നുള്ളതൊക്കെ തിരമാല ശക്തിപ്പെടും, സ്വാഭാവികമായിട്ടും കടലാക്രമണം രൂക്ഷമാവും നമ്മുടെ തീരത്ത്. അപ്പോൾ അങ്ങനെ ഒരു കാലാവസ്ഥ ക്രൈസിസിലാണ് നമ്മളുള്ളത്, അല്ലെങ്കിൽ ദിനാവസ്ഥ അതിതീവ്ര സ്വഭാവത്തിലുള്ള ദിനാവസ്ഥകൾ നമുക്ക് ആവർത്തിച്ചു വരുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇത് നമുക്ക് മുന്നേയുള്ള കാലങ്ങളിലും പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വളരെയധികം വിജിലൻ്റ് ആണ്, നമ്മൾ കൂടുതൽ അതിന് ഫോക്കസ് കൊടുക്കുന്നു, കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കുറയ്ക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന പ്രവർത്തനങ്ങളെല്ലാം നമ്മൾക്ക് പറ്റുന്ന രീതിയിലുള്ള പല മുൻകരുതൽ നടപടികളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ഈ മരങ്ങൾ കൊതിയൊതുക്കുന്ന കാര്യത്തിലാവട്ടെ, അല്ലെങ്കിൽ മരച്ചിലകൾ ഒടിഞ്ഞു വീഴുന്ന കാര്യത്തിലാവട്ടെ, ഇതിലൊക്കെ ഒരു സർക്കാർ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാത്രമായിക്കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആണ് നമ്മുടെ പ്രയാസങ്ങളുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും ചിലയിടങ്ങളിലെങ്കിലും നമുക്ക് ഇനിയും ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുള്ളതുണ്ടാകും. പക്ഷേ ഇപ്പോൾ നമുക്ക് കൃത്യമായി മുന്നറിയിപ്പുകൾ ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്, ആളുകളോട് മാറി താമസിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. വളരെ മുൻകൂട്ടി തന്നെ നമ്മൾ ക്യാമ്പുകളെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ പലയിടങ്ങളിലും ഈ വെള്ളം കയറുന്ന പല പ്രദേശങ്ങളിലും വെള്ളം കയറാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാം. അതായത് നമ്മൾ പ്രവചിക്കുന്ന തരത്തിലോ നമ്മൾ കരുതിയിരുന്ന പോലെയും അല്ല, വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റ് കണ്ടീഷൻസ് നമുക്ക് ഉണ്ടാകുന്നു. ഇപ്പോൾ കാറ്റിൻ്റെ വേഗതയായാലും പെരുമഴയുടെ കാര്യമായാലും വലിയ മാറ്റങ്ങൾ ഈ കാലാവസ്ഥയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ സമ്മതിക്കുന്നു, അത് വസ്തുതയാണ്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ തൃശ്ശൂരിലെ വെള്ളക്കെട്ടുണ്ടായത് അവിടുത്തെ ഒരു നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ്, നിർമ്മാണത്തിലെ പിഴവ് മൂലമാണ്. അവിടെ ഒരു തീരുമാനമെടുത്ത് പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല, ആളുകൾ വെള്ളത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതുപോലെ ഈ മേൽക്കൂര പാറിപ്പോകുന്നത്, റോഡിലെ വലിയ വലിയ ഈ ഫ്ലക്സ് ബോർഡുകൾ അടക്കം വളരെ സുരക്ഷിതമല്ലാത്ത രീതിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു നേരം കൊണ്ടോ ചെയ്യേണ്ടതല്ല, ഇത് കൃത്യമായ ആസൂത്രണത്തിൽ ചെയ്യേണ്ടതാണ്. കേരളത്തിലെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഒക്കെ തലകുത്തനെ അറിയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ. ഇപ്പോൾ ഈ ഇന്ന് തുടങ്ങിയ സംഭവമല്ല, കേരളത്തിലെ മഴക്കാലവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതുമല്ല. അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്, ആരാണത് ചെയ്യേണ്ടത്, എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്ന കാര്യങ്ങളിലൊക്കെ ചോദ്യങ്ങൾ ഉയരുകയും നാട്ടുകാർ പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ തടഞ്ഞു വെക്കുകയും മുറിയിൽ പൂട്ടിയിടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ആളുകൾക്ക് ജീവിക്കണ്ടേ? ശ്രീ ഫഹദ് മർസൂഖ്, ഞാൻ ഒറ്റ നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. കമാൽ പാഷ സാർ കൂടി നമ്മളോടൊപ്പം. ഞാൻ ഒരൊറ്റ മിനിറ്റ്, ഇടുക്കിയിൽ ഞങ്ങളുടെ പ്രതിനിധി രാഹുൽ വിജയനുണ്ട്. രാഹുൽ, സാധാരണ നിലയിൽ ഈ കനത്ത കാറ്റും മഴയും ഒക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും അധികം ആശങ്ക ഉണ്ടാകുന്ന രണ്ട് മേഖലകളാണ്, ഒന്ന് തീരപ്രദേശവും മലയോര മേഖലയും. മലയോര ജില്ല എന്ന നിലയിൽ ഇടുക്കിയിൽ പക്ഷേ ഇന്ന് കാര്യമായ കാറ്റും മഴയും ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുത്തെ അവസ്ഥ എന്താണ്? അവിടെ വേണ്ട മുൻകരുതലുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ? അജിക്ക് വേണ്ട മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ഈ കാലവർഷത്തിന്റെ തുടക്കത്തിൽ അതിശക്തമായ മഴ അത് വലിയ തരത്തിലുള്ള ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ഈ നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് ആ ദേശീയപാത നിർമ്മാണം നടക്കുകയാണ്. ആ ഭാഗത്ത് മണ്ണിടിച്ചിലിന്റെ ഭീഷണിയായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പെയ്ത ആ മഴ ഒരല്പം ശാന്തമുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് കാറ്റ്, അതിഭീകരമായ കാറ്റാണ്. പലയിടങ്ങളിലും നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് കാറ്റുകൊണ്ടാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീഴുന്നു. അതുപോലെ തന്നെ തേയിലത്തോട്ടത്തിലേക്കും ഏലത്തോട്ടത്തിലേക്കും ഒക്കെ മരം കടപുഴകി വീണ് വലിയ തരത്തിലുള്ള കൃഷിനാശം ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള സംഭവമാണ് നിലവിൽ ഇവിടെയുള്ളത്. മാത്രമല്ല, മഴ പെയ്താൽ മഴ ഇനി കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ പ്രദേശമുണ്ട്, നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗം, അവിടെ ഈ റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ മണ്ണെടുത്തു മാറ്റിയിട്ടുണ്ട്. അവിടെ ഇനിയും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരം മേഖലകളിൽ താമസിക്കുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. നിലവിൽ മഴ മാറി നിൽക്കുന്നത് ആശ്വാസകരമാണ്. പക്ഷേ നല്ല ശക്തമായ ഒരു മഴ തുടർച്ചയായി പെയ്യുകയാണെങ്കിൽ, ഒരു 3-4 മണിക്കൂറോ തുടർച്ചയായി പെയ്യുകയാണെങ്കിൽ ഈ പ്രദേശങ്ങളിൽ, ഈ ആശങ്കയുള്ള പ്രദേശങ്ങളിൽ അവിടെ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. അതിനുള്ള ആ മേഖലയിലുള്ള ആളുകളാണ് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പൊതുവെ ഇന്ന് ഒരല്പം ശാന്തമായ അന്തരീക്ഷമായിരുന്നു, കാലാവസ്ഥയായിരുന്നു. നാളെ യെല്ലോ അലർട്ടാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ മഴയ്ക്കുള്ള സാധ്യതയില്ല. വരും ദിവസങ്ങളിലും വലിയ കാര്യമായിട്ടുള്ള മഴയ്ക്കുള്ള പ്രവചനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അത്തരമുള്ള ആശങ്കകൾ, മഴയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഒരല്പം ഇടുക്കി ജില്ലയിൽ കുറവുണ്ട്. ശരി, കമാൽ പാഷ സാർ, ഇപ്പോൾ നമ്മളൊരു വാർത്ത വരുന്നത് കോഴിക്കോട് വളയം എന്ന പ്രദേശത്ത് ഒരു മിന്നൽ ചുഴലി ഉണ്ടായി എന്നതാണ്. ഇന്ന് രാവിലെ കോഴിക്കോടിന്റെ ഒരു ഭാഗത്ത്, അതായത് വിലങ്ങാട് വലിയ മഴയുണ്ടായിരുന്നു, അതേപോലെ വെസ്റ്റ് മാഹിയിൽ ചുഴലിക്കാറ്റുണ്ടായി എന്ന വിവരവും വരുന്നു. ഇവിടെ ഫഹദ് മർസൂഖ് പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. അതായത് ആദ്യം നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്, മുൻഗണന എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇതിന് മുൻകരുതലുകൾ എന്ന നിലയിൽ സ്വീകരിക്കേണ്ട നടപടികളാണ്. പക്ഷേ നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻ വളരെ എക്സ്ട്രീം ആയിരിക്കുന്നു, പ്രവചനാതീതമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നേരിടാൻ പറ്റുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു മുന്നൊരുക്കം എന്ന് നമുക്ക് കഴിയാതെ പോകുന്നു എന്നതാണ്. ഇതാണോ യഥാർത്ഥത്തിൽ
നമ്മുടെ മുന്നിലുള്ള പ്രശ്നവും പ്രതിസന്ധിയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ നാട്ടുകാർക്ക് ഒന്നും ചെയ്യാനില്ല, ചർച്ചകൾ നടത്തി മിണ്ടാതിരിക്കുക എന്നത് മാത്രമാണോ നമുക്ക് ചെയ്യാനുള്ളത്? ഭീഷൺ അത് ഇവിടെ ശ്രീ ഭഗത് പറഞ്ഞ പല കാര്യങ്ങളോടും നമുക്ക് യോജിക്കാനേ ഉള്ളൂ. കാരണം ക്ലൈമാറ്റിക് കണ്ടീഷൻസ് എന്ന് പറയുന്നത് നേരത്തെയുള്ള ക്ലൈമാറ്റിക് സർക്കിൾ തന്നെ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തൊന്നുമല്ല ഇത്. ഈ മൺസൂണൊക്കെ കടന്നു വന്നത് ഇപ്പോൾ തന്നെ മൺസൂൺ എന്ന് പറയുന്നത് അവർ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പേ മൺസൂണായി എന്ന് പറഞ്ഞ പോലെ ക്ലൈമാറ്റിക് സർക്കിൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ആ സൈക്കിൾ തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പഠനം യഥാർത്ഥത്തിൽ വേണ്ടതാണ്. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ ഞാനിത് പറഞ്ഞില്ലേ, ശ്രീ ഭഗത് പറഞ്ഞെങ്കിലും ഞാനൊന്ന് പറയാം. ഇവിടുത്തെ ലോക്കൽ ബോഡീസിന് അവരുടെ ജോലി എന്താണ്? അവർക്കറിഞ്ഞൂടെ റോഡിൻ്റെ സൈഡിൽ മരം നിൽപ്പുണ്ടെന്ന്? അത് താണ്ട് ആ പെൺകുട്ടി ഉണ്ടല്ലോ, ആ മോള് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതല്ലേ? വലിയ മരം ഒടിഞ്ഞങ്ങ് വീഴല്ലേ, മരക്കമ്പ് അത് വീണ് റോഡിലോട്ട് വീണ് അതിൻ്റെ തൊട്ടടുത്ത് വീണതാണ്. അത് ഭയന്ന് തരിച്ച് നിന്നിട്ട് പതുക്കെ കുടയും കൊണ്ട് നടന്നു പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇത് ഈ മരം റോഡ് സൈഡിൻ്റെ അടുത്ത് മരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആരുടെയെങ്കിലും വകയാണെന്നുണ്ടെങ്കിൽ അവരെടുത്ത്, അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ അവർക്ക് നോട്ടീസ് കൊടുക്കണം, 2 ദിവസത്തിനകം അത് മുറിച്ച് മാറ്റണമെന്ന്. അത് മുറിച്ച് മാറ്റിയില്ലെങ്കിൽ അത് മുറിച്ചിട്ട് അതിൻ്റെ ചിലവ് ആ പിഴ അയാളെ ഈടാക്കണം. അത് ചെയ്യാം, അതിന് വകുപ്പുണ്ട്. അതെ, നമ്മളിപ്പോൾ കാണുന്നതാണ്, ഇവിടെ ട്രെയിൻ അങ്ങ് തടസ്സപ്പെടുകയാണ് ഗതാഗതം. എന്താ? മരങ്ങൾ ഒടിഞ്ഞു വീഴുകയാണ്. യുവന്മാർക്കൊക്കെ നേരത്തെ നോട്ടീസ് കൊടുത്തിട്ട് ഇത് മുറിച്ച് മാറ്റിക്കൊള്ളണം എന്ന് പറയണം. അത് പറയുന്നതിന് പകരം അത് യഥാർത്ഥത്തിൽ ലോക്കൽ ബോഡിയുടെ ജോലിയാണ്, ലോക്കൽ ബോഡീസ് ചെയ്യേണ്ടതാണ്. അത് പലപ്പോഴും അവർ ചെയ്യുന്നില്ല. അത് ഇന്ന സർക്കാരെന്നൊന്നുമില്ല, ലോക്കൽ ബോഡി എന്ന് പറയുന്നത് ആരുമായിരിക്കും, ഭരിക്കുന്നത് ആരായാലും ശരി, അവർ ചെയ്യേണ്ട കാര്യമാണ്. പലപ്പോഴും അത് ചെയ്യുന്നില്ല. വലിയ അപകടമല്ലേ മരങ്ങൾ? ഇപ്പോൾ ഈ റോഡിലൊക്കെ സൈഡിലൊക്കെ നിൽക്കുന്ന വലിയ വൻ മരങ്ങളുണ്ട്, ബലമൊന്നുമില്ലാത്ത മരങ്ങൾ ഒക്കെ നട്ടുവെക്കും. അത് മുറിക്കാൻ പോയി കഴിഞ്ഞാലോ ഉടനെ വലിയ മരസ്നേഹികൾ ഇങ്ങിറങ്ങും, പരിസ്ഥിതിവാദികളെന്നുള്ള രീതിയിൽ. പക്ഷേ ഇത് മുറിച്ചു മാറ്റിയില്ലെങ്കിലുണ്ടല്ലോ എത്ര പേരുടെ ജീവനാ പൊലിയുന്നത്, ഏതൊക്കെ വാഹനങ്ങൾ അതിനകത്ത് പെട്ടുപോകും. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ നമുക്ക് നേരത്തെ ഗോപീകൃഷ്ണൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, അമേരിക്കയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് അവിടെ ഇതുപോലെ അപകടകരമായ രീതിയിലൊരു മരം റോഡിൻ്റെ സൈഡിൽ നിൽപ്പുണ്ടെങ്കിൽ നമുക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു പബ്ലിക്കിലുള്ള ഒരാൾക്ക് 911 വിളിച്ചു പറഞ്ഞാൽ മതി. അവിടെ 911 വേറെ അവരുടനെ പറയത്തില്ല നിങ്ങൾ മരം മുറിക്കുന്ന ആളുകളെ വിളിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റവരെ വിളിക്കണം എന്നൊന്നും പറയത്തില്ല. 911 വിളിച്ചു പറഞ്ഞാൽ അടുത്ത 5 മിനിറ്റിനകത്ത് അവിടെ വണ്ടി എത്തും. അത് മുറിച്ച് മാറ്റാനുള്ള എല്ലാ പണിയും അവർ പരിശോധിക്കും. എന്നിട്ട് അവർ തന്നെ മുറിക്കും. അത് അവിടുത്തെ അമേരിക്കൻ പോലീസ് അവരുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു സംവിധാനം യഥാർത്ഥത്തിൽ വേണ്ടതല്ലേ? നമ്മൾ ഓരോ അതോറിറ്റിയെ വിളിക്കുന്ന അവരെല്ലാം കോർഡിനേറ്റ് ചെയ്താണ് അവർ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ആ ഒരു കോർഡിനേഷൻ ഇല്ല. ഇവിടെ ആണെങ്കിൽ ഇതുപോലൊരു കുട്ടി വെള്ളത്തിൽ വീണു, നമ്മൾ തന്നെ നമുക്ക് നേരെ നമ്മൾ റെസ്ക്യൂവിന് വേണ്ടി നേരെ ഫയർഫോഴ്സിനെ വിളിക്കണം. അപ്പോൾ ഇതൊന്നും വേണ്ട, നേരെ പോലീസ് സ്റ്റേഷനിൽ ഒരു നമ്പറിലോട്ട് വിളിച്ചു പറഞ്ഞാൽ അവർ തന്നെ ഇതൊക്കെ ഏകോപിപ്പിച്ച് ചെയ്യണം. പക്ഷേ അത് ഇവിടെ ഇല്ല, അൺഫോർച്ചുനേറ്റാണ്. പിന്നെ നേരത്തെ ഭഗത് പറഞ്ഞ പോലെ കാറ്റിൻ്റെ വേഗത അത് ചിലപ്പോൾ മുൻകൂട്ടി കാണേണ്ടതാണ്. അത് നമുക്ക് ഈ കാലാവസ്ഥ പ്രവചന കേന്ദ്രം അവരത് പറയേണ്ടതാണ്. ഇത് അൺഫോർച്ചുനേറ്റ്ലി ഭയങ്കര കാറ്റാണ് കേട്ടോ, അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ കാറ്റുണ്ടാവുമെന്നും ഈ മരങ്ങൾ കാറ്റ് ഒടിഞ്ഞു വീഴുമെന്നും ആർക്കറിയാൻ വയ്യാത്തത്? അപ്പോൾ കാറ്റുണ്ടാകുമെന്നത് അവർ പ്രവചിക്കണം, നമ്മളതുപോലെ ചെയ്യണം. അത് നമ്മുടെ സിസ്റ്റം കുറേ കൂടെ മെച്ചപ്പെടേണ്ടതായിട്ടിരിക്കുകയാണ്. അവിടേക്ക് എന്നൊക്കെ പറഞ്ഞാൽ നാളെ ഒരിക്കൽ എനിക്ക് നയാഗ്രയിലൊന്ന് പോകണം. അതിന് പോകാൻ നേരത്തെ എന്നെ കൊണ്ടുപോകേണ്ട ആൾ പറയുക, അത് അങ്കളെ അത് നാളെ നമുക്ക് 8 മണിക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചാൽ അതെന്താ വൈ? നാളെ 8 മണി മുതൽ 10 മണി വരെ മഴയാണ്. അപ്പം നല്ല വെയിലുള്ള സമയത്തായി പറയുന്നേ, അതുകൊണ്ട് നമുക്ക് പോകാൻ ഒക്കത്തില്ല, തണ്ടർശ്രമമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു 8 മണി ആവാറായി, നോക്കിയപ്പോൾ നല്ല വെയിൽ. ഞാൻ പറഞ്ഞു കണ്ടോ, നമ്മുടെ നാട്ടിലെ പോലെ ഈ കൈ മാനത്ത് വെച്ച് നോക്കിയിട്ട് മഴ ഉണ്ടാവും എന്ന് പറയുന്ന പോലാണെന്ന്. പക്ഷേ ഈ 8 മണി അടിച്ചപ്പോൾ ഉണ്ടല്ലോ ഘോരമായ മഴയാണ്. അത് 10 മണിയാകുമ്പോൾ തോരുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണമാണ് പറഞ്ഞേ. ഇത് നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത്? ഇത്ര കൃത്യമായിട്ടുള്ള പ്രവചനം നടക്കും. അതിനുവേണ്ടിയുള്ള സയൻറ്റിഫിക് ഉപകരണങ്ങൾ നമുക്ക് വേണം. അതുപോലെ അതിനു വേണ്ടിയുള്ള എക്സ്പേർട്സ് വേണം. ഇവിടുത്തെ തലച്ചോറില്ലാത്തവരൊന്നും അല്ലല്ലോ ഉള്ളത്, ഇവിടെ എല്ലാവരും ഉണ്ട്. പക്ഷേ ഇതിലും കൂടുതലായിട്ട് ഇപ്പോൾ കാറ്റിൻ്റെ വേഗത, ഭഗത് പറഞ്ഞ മാതിരി കാറ്റിൻ്റെ വേഗത ശരിയാണ്, അത് പ്രവചിക്കണം നേരത്തെ. ഇത്ര സ്പീഡുള്ള ഉണ്ടാവുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ദിവസങ്ങൾക്ക് മുമ്പ് അറിയാം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ വേണം. മുന്നൊരുക്കം എന്ന് പറയുന്നത് ഈ മരങ്ങൾ
റോഡ് സൈഡിൽ ഇരിക്കുന്ന മരങ്ങൾ നിർബന്ധമായിട്ട് മുറിച്ച് മാറ്റണം. അതല്ലെങ്കിൽ വാഹനങ്ങളുടെ മേളിൽ വീഴും. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കടൽ കയറുന്നു, എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷേ അതിന് ആ പാവങ്ങൾ താമസിക്കേണ്ട അടുത്ത് കല്ലടുക്കി കൊടുക്കണം. അതിനൊക്കെ നമ്മൾ പറയുന്ന ന്യായം ഇവിടെ പണമില്ലെന്നാണ്. പണമുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടല്ലോ, ഇനി അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇത് അതേപോലെ റോഡ് പണി, ഇതെല്ലാം അശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് പണികൾ നമ്മുടെ ഇടയിലുണ്ട്. ഈ വെള്ളം കയറുന്നത്, അത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറും. പുഴ കവിഞ്ഞൊഴുകിയാലൊക്കെ വെള്ളം കയറും, അതെല്ലാവർക്കും അറിയാം. ആ വെള്ളം കയറുന്നതിന് അതിനുള്ള മാർഗം കണ്ടുപിടിക്കണം. ഇതിനെ എങ്ങോട്ടൊക്കെ ഡൈവേർട്ട് ചെയ്ത് വിടാം എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് നേരത്തെ മുതൽ അതിനുള്ള ഇടപാട് ചെയ്യണം. ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ എറണാകുളത്തൊക്കെ ഞാനൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് എൻ്റെ വീട്ടിൽ കയറത്തില്ലെങ്കിൽ പോലും ആ റോഡ് മുഴുവൻ വെള്ളം കയറുമായിരുന്നു ഈ മഴയത്തൊക്കെ. പക്ഷേ ഇപ്രാവശ്യം ഒരു ശകലം വെള്ളം എറണാകുളത്തും കയറിയില്ല. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അത് ഇവിടുത്തെ കോർപ്പറേഷൻ, അതിന് ഞാൻ പറയുകയാണ്, കാരണം വിചാരിച്ചാൽ നടക്കുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. മുഴുവൻ ഓടകളും അവർ ശരിക്ക് കുഴിച്ച് റെഡിയാക്കി അതിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറ്റി ഈ മഴയ്ക്ക് മുമ്പേ ശരിയാക്കി. അതുകൊണ്ട് ഒരൊറ്റ സ്ഥലത്തും വെള്ളക്കെട്ടില്ല. മറ്റേ നോർത്ത് പാലത്തിൻ്റെ ഇവിടെയൊക്കെ എന്ത് വെള്ളക്കെട്ടാണ് ഉണ്ടാകുന്നേ? ഇപ്പൊ അവിടെ അതിന്റെ കാരണം ഞാൻ പറഞ്ഞേ, വിചാരിച്ചാൽ. കമാൽ പാഷ സാർ, ഇപ്പൊ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ ആളുകൾ അതിനെ രാഷ്ട്രീയമായി കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ മഴ ഇല്ലാതാക്കുമോ ആക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കമന്റുകൾ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ നമ്മളിവിടെ എന്ത് പറഞ്ഞാലും അതിനൊരു രാഷ്ട്രീയ താല്പര്യം, സർക്കാരിനെതിരെ പറയുക എന്ന നിലയിൽ ആളുകളുടെ പ്രശ്നം, നാട്ടുകാരുടെ പ്രശ്നമാണ് ഒരു സർക്കാർ. അത് ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാരായാലും ശരി, താങ്കൾ പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും ശരി, നാട്ടുകാർക്ക് പ്രശ്നമില്ലാതെ നാടിൻ്റെ പ്രശ്നം പരിഹരിക്കാനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അത് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ വെള്ളക്കെട്ടിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ആളുകൾ, കുട്ടികളെ ധൈര്യത്തോടെ സ്കൂളിലേക്ക് വിടാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുന്ന മാതാപിതാക്കൾ, പുറത്തിറങ്ങിപ്പോയാൽ തിരികെ വരുമോ എന്ന് ഉറപ്പില്ലാത്ത നമ്മുടെ ജീവിതം. താങ്കൾ പറഞ്ഞതുപോലെ ഈ പ്രിസിഷൻ വളരെ കൃത്യതയോട് കൂടിയിട്ട് പ്രവചനങ്ങൾ നടത്തുന്ന ഇപ്പോൾ അമേരിക്ക പോലുള്ള സ്ഥലത്തൊക്കെ ഇതിനേക്കാൾ വലിയ സങ്കീർണമായ കാലാവസ്ഥയിലൂടെ പോകുമ്പോൾ എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ ഒരുക്കങ്ങളും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന കൊടുക്കുന്നു. അവിടെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നു. കമാൽ പാഷ സാർ, ഞാൻ വീണ്ടും 1-2 ഉദാഹരണങ്ങളിലേക്ക് കൂടി പോകാം. ഇപ്പോൾ എന്നോടൊപ്പം ഷഹദ് റഹ്മാനുണ്ട്, ഞങ്ങളുടെ പ്രതിനിധി കോഴിക്കോട്ട് നിന്ന്. ഷഹദ്, ഇപ്പോൾ നമുക്ക് വന്നൊരു വാർത്ത കോഴിക്കോട് വളയത്ത് ഒരു മിന്നൽ ചുഴലി ഉണ്ടായി എന്നാണ്. അതിൻ്റെ വാർത്തയും വിവരങ്ങളും നമുക്ക് വേണം. അതോടൊപ്പം ഇന്ന് വിലങ്ങാട് വലിയ മഴയുണ്ടായിരുന്നു. വെസ്റ്റ് മാഹിയിൽ രാവിലെ ചുഴലിക്കാറ്റ് അനുഭവപ്പെട്ടു എന്ന വിവരങ്ങൾ വന്നിരുന്നു. എന്താണ് കോഴിക്കോട്ടെ സാഹചര്യം? എവിടെയെങ്കിലും ആളുകൾ ഭീതിയിലാണോ? ജിക്ക്, പ്രധാനമായിട്ടും കാരണം കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ അതിശക്തമായിട്ടുള്ള മഴയും ഒപ്പം തന്നെ കാറ്റും തുടരുന്നൊരു സാഹചര്യമാണ്. ഇന്നലെയും സമാനമായിട്ടുള്ള സാഹചര്യമായിരുന്നു. ആ മഴയ്ക്ക് കാര്യമായിട്ടുള്ളൊരു തോർവ് വന്നിട്ടില്ല എന്നുള്ളതാണ്. നഗരമേഖല കേന്ദ്രീകരിച്ചാണെങ്കിൽ നഗരത്തിൽ ഇടവിട്ടുള്ള മഴയാണ്. പക്ഷേ ചെറിയ മഴ പെയ്യുമ്പോഴേക്കും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് 2 ഇടങ്ങളിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ ചുഴലിയും ഒപ്പം തന്നെ വലിയ അതിശക്തമായിട്ടുള്ള കാറ്റും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതിൽ ഈ വളയത്ത് വ്യാപകമായിട്ട് മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പല ഭാഗങ്ങളിലും ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടങ്ങി പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഈ വളയം മേഖലയിലൊക്കെ ഉണ്ടായിരുന്നു. സമാനമായ രീതിയിലായിരുന്നു മറ്റിടങ്ങളിലും വലിയ രീതിയിൽ വെള്ളക്കെട്ടും മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കൂടാതെ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന വാർത്തയനുസരിച്ച് താമരശ്ശേരി ചുരത്തിൽ അപകടമാകും വിധത്തിൽ മരങ്ങൾ ചാഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മരങ്ങളുടെ അടിയിൽ നിന്ന് മണ്ണ് വലിയ രീതിയിൽ പോയിട്ടുണ്ട്. അപ്പം ഏത് നിമിഷവും അത് ചുരത്തിലേക്ക് വീഴാൻ പാകത്തിന് നിൽക്കുകയാണ്. അതുകൊണ്ട് താമരശ്ശേരി ചുരത്തിൽ ഒരു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ചുരം വഴി ആളുകൾ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. ആ മരങ്ങൾ എത്രയും വേഗം അവിടുന്ന് മുറിച്ചു മാറ്റാനുള്ള നിർദ്ദേശം പോലീസ് ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിച്ചിട്ടുണ്ട്. ആ മരങ്ങൾ മുറിച്ചു മാറ്റണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ വലിയ വലിയ കല്ലുകൾ വീടിന് മുകളിലേക്ക് വീഴുന്ന സാഹചര്യമുണ്ടായിരുന്നു. നഗരത്തിലെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ നഗരത്തിൽ ചെറിയ മഴ പെയ്യുമ്പോഴത്തേക്കും വലിയ രീതിയിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് നഗരമേഖലയിൽ മിഠായി തെരുവ്, അതുപോലെ തന്നെ കൊമ്മേരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. കൂടാതെ കോഴിക്കോട് കടപ്പുറത്ത്
അതായത് ആളുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ കാഴ്ച കാണാൻ വരുന്നതിനും കടപ്പുറത്തേക്ക് വരുന്നതിനുമൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് വ്യാപകമായിട്ട് ആളുകൾ വരുന്നുണ്ട്. ഇന്ന് കോഴിക്കോട് കടപ്പുറത്തെ പെട്ടിക്കടകൾ പൂർണ്ണമായിട്ടും ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ പോലീസിൻ്റെയും ഗാർഡുമാരുടെയും നേതൃത്വത്തിൽ, കോസ്റ്റ് ഗാർഡിൻ്റെയും നേതൃത്വത്തിൽ അവിടെ വ്യാപകമായിട്ട് ആളുകളെ കടപ്പുറത്ത് നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഇനിയുള്ള മണിക്കൂറിൽ അതിശക്തമായിട്ടുള്ള കാറ്റും ഒപ്പം തന്നെ മഴയും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഷഹദ്, ഏതായാലും ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ ജാഗ്രത ആവശ്യമുണ്ട് എന്നാണ് ഷഹദിന്റെ റിപ്പോർട്ടിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ണൂരിലേക്ക് കൂടി ഒന്ന് പോട്ടെ. കണ്ണൂരിൽ എന്താണ് നിലവിലെ സാഹചര്യം എന്ന് നമുക്ക് നോക്കാം. കണ്ണൂരിൽ അരുൺ പൂപ്പറമ്പ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കണ്ണൂരിൽ നിന്ന്. അരുൺ, കൊട്ടിയൂരിൽ ഒഴുക്കിൽപ്പെട്ട് ഒരു തീർത്ഥാടകനെ കാണാതായി എന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിലും നഗരത്തിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിലും ഇന്നുണ്ടായ കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. രാവിലെ തളിപ്പറമ്പ് കാലിക്കാവിൽ, അവിടെ കാലിക്കടവിൽ, അവിടെ വീടിന് മുകളിൽ ഒരു തെങ്ങ് വീണുണ്ടായിട്ടുള്ള അപകടം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണോ കണ്ണൂരിലെ ഇന്നത്തെ മഴയുടെ ചിത്രം? ജി കെ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കണ്ണൂർ ജില്ലയിൽ മഴയ്ക്ക് ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ടത് ആശ്വാസകരമാണ്. രാവിലെ ശക്തമായ മഴയുണ്ടായിരുന്നു, പക്ഷേ ഇടവിട്ട് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. വിവിധയിടങ്ങളിൽ ഈ രീതിയിലുള്ള മഴക്കെടുതികളുടെ റിപ്പോർട്ടുകളും ഇന്ന് പുറത്തു വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊട്ടിയൂരിൽ ഉത്സവ ദർശനത്തിനെത്തിയ 2 യുവാക്കൾ ഒഴുക്കിൽപ്പെട്ട് കാണാതായി എന്ന വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. ഒന്ന് കാഞ്ഞങ്ങാട് സ്വദേശിയായിട്ടുള്ള അഭിജിത്ത്, അതോടൊപ്പം തന്നെ കോഴിക്കോട് അത്തോളി സ്വദേശിയായിട്ടുള്ള നിഷാദ് എന്നീ 2 യുവാക്കളെയാണ് കാണാതായത്. അവിടെ നമുക്കറിയാം, ഈ ഉത്സവത്തിന് ദർശനത്തിന് മുമ്പ് ബാവലിപ്പുഴയിൽ പുഴയിൽ കുളിച്ച് ഈറനോടെ വേണം ഈ ക്ഷേത്രത്തിലേക്ക് പോകാൻ. അങ്ങനെ അവിടെ ഈ പുഴയിലേക്ക് ഇറങ്ങിയ 2 യുവാക്കളാണ് ഒഴുക്കിൽപ്പെട്ടത്. ഇപ്പോഴും അവിടെ തെരച്ചിൽ തുടരുകയാണ്. ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും മുങ്ങൽ വിദഗ്ധരുടെ ഒക്കെ നേതൃത്വത്തിൽ ഇന്ന് പകൽ മുഴുവൻ അവിടെ തെരച്ചിലുണ്ടായിരുന്നു. ബാവലിപ്പുഴയുടെ പ്രത്യേകിച്ച് കൊട്ടിയൂരിലെ വിവിധയിടങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്ന പുഴയാണ്. ആ പുഴയുടെ വിവിധയിടങ്ങളിൽ തെരച്ചിലുണ്ടായിരുന്നു. പക്ഷേ ഈ 2 പേരെയും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നാളെയും ആ തെരച്ചിൽ തുടരും എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അവിടെ നേരത്തെ അവിടെ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയർന്ന ഘട്ടത്തിൽ പ്രത്യേക നിരീക്ഷണമൊക്കെ പുഴയുടെ വിവിധ വശങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ച് അവിടെ ഗാർഡുമാരെയൊക്കെ നിയോഗിച്ചിരുന്നു. പക്ഷേ അവരുടെ ഒന്നും കണ്ണിൽപ്പെടാതെയാണ് ഈ അപകടം ഉണ്ടായത്. ഈ 2 പേരും ഒഴുക്കിൽപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്ക് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. ഞാൻ ഒരിക്കൽ കൂടി ശ്രീ ഫഹദ് മർസൂഖിലേക്ക് പോവാണ്. ഫഹദ്, ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതാണ് ഇപ്പോൾ കമാൽ പാഷ സാർ പറഞ്ഞത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചെയ്യാതെ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രോകാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പോലെ അത് പിന്നത്തേക്ക് മാറ്റിവെക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു അലംഭാവം എന്നത് സത്യത്തിൽ നമ്മുടെ പല സംവിധാനങ്ങൾക്കുമുണ്ട്. എല്ലാവരും അടച്ചാക്ഷേപിക്കുകയല്ല. കാരണം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ അത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കുന്ന ഒരു നടപടിയിലേക്ക്, അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലേക്ക് ഒന്നും നമ്മൾ നീങ്ങുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ഫഹദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കാലാവസ്ഥയിലെ വ്യതിയാനം, അതുണ്ടാക്കുന്ന നമ്മുടെ മുന്നിൽ ഉയർത്തുന്ന വെല്ലുവിളി, ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ എന്താണ് ഇവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ജോലി എന്ന് നേരത്തെ നമ്മുടെ കമാൽ പാഷ സാർ ചോദിച്ചത് നമ്മുടെ മുന്നിലൊരു വസ്തുതയായി നിലനിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഫഹദ് ഇനിയുള്ള സമയങ്ങളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? നമുക്ക് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ആളുകൾ ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത്? തീർച്ചയായിട്ടും ഗോപി, നേരത്തെ പറയാൻ വന്നതായിരുന്നു. അതായത് നമ്മൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നതിനോട് അർത്ഥമില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലയിടത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ വലിയ രീതിയിൽ നമുക്ക് മുൻകാലങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാവട്ടെ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളാവട്ടെ എല്ലാവരും മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഈ പറഞ്ഞ വലിയ കാറ്റിൻ്റെ ഭാഗമായിട്ട് മരം വീഴുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം. അത് നമുക്ക് ഒറ്റയടിക്ക് പരിഹരിക്കുക എന്നുള്ളത് പ്രയാസമാണ്. കേരളത്തിൽ അപ്രായോഗിക, പക്ഷേ ഒരിക്കലും സാധിക്കാത്തതാണ്. 1-2 വർഷം കൊണ്ട് പോലും നമുക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയധികം മരങ്ങൾ നമ്മുടെ പൊതു സ്ഥലങ്ങളിലുണ്ട്, സ്വകാര്യ സ്ഥലങ്ങളിലുണ്ട്. ഇനി എൻ്റെ പ്രായോഗികമായൊരു പ്രശ്നം ഞാൻ പറയാം. അതായത് ഈ മരങ്ങൾ ഇപ്പോൾ സ്വകാര്യ ഭൂമിയിൽ മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് എൻ്റെ തന്നെ വ്യക്തിപരമായ അനുഭവം വെച്ചാൽ എൻ്റെ വീട്ടുവളപ്പിലൊരു മരം എനിക്ക് മുറിച്ചൊഴിവാക്കേണ്ടതുണ്ട്. പക്ഷേ എനിക്കത് മുറിച്ചൊഴിവാക്കാൻ വേണ്ടി ആളെ കിട്ടാത്തൊരു പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇത് സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലുള്ള ഉദ്യോഗസ്ഥർ എല്ലാ ദിവസവും അവർ ഓൺ ഫീൽഡിലാണ്. മുഴുവൻ ഫെസിലിറ്റീസും ഉപയോഗിച്ചുകൊണ്ട് അവർ ഈ അപകട സാധ്യത, നേരത്തെ കമാൽ സാർ സൂചിപ്പിച്ച പോലെ നമുക്ക് 112-ലോ അല്ലെങ്കിൽ 1077-ലോ 1077-0-ലോ
ഏത് കൺട്രോൾ റൂം നമ്മുടെ ഇപ്പോഴുള്ള ഇന്ത്യയിലെ എല്ലാ കൺട്രോൾ റൂംസും ഇൻ്റഗ്രേറ്റഡ് ആണ്. ഏത് കൺട്രോൾ റൂമിൽ ഇത്തരത്തിലൊരു അപകടാവസ്ഥയിലുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതാത് ഡിപ്പാർട്ട്മെൻറ്റ് കൺസേൺഡ് ആയിട്ടുള്ള ആളുകളെ അറിയിക്കുകയും അത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് പോയി അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോയി ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത് പൂർണ്ണമായും പര്യാപ്തമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാലും നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ആ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ റിപ്പോർട്ടേഴ്സിന് തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇത് ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, ആദ്യത്തെ കാര്യം ഇപ്പോൾ തന്നെ താങ്കളുടെ റിപ്പോർട്ടേഴ്സ് സൂചിപ്പിച്ച് നോക്കൂ, നമ്മൾ കഴിഞ്ഞ 3-4 ദിവസമായി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റെഡ് അലേർട്ടാണ്, ഓറഞ്ച് അലേർട്ടാണ്, അതുകൊണ്ട് ജലാശയങ്ങളിൽ ഒരു കാരണവശാലും ഇറങ്ങാൻ പാടില്ല. പക്ഷേ ഈ അപകടങ്ങളിൽപ്പെട്ട ആളുകളെല്ലാം ജലാശയങ്ങളിൽ ഇറങ്ങിയവരാണ്. അപ്പോൾ ജലാശയങ്ങളിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പിനെ നമ്മൾ പരിഗണിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ്, ആ സ്വഭാവമാണ് നമുക്ക് ഒന്ന് മാറ്റേണ്ടത്. രണ്ട്, തീർച്ചയായിട്ടും നമുക്ക് എല്ലാ പ്രശ്നങ്ങളും ഒറ്റയടിക്ക് പരിഹരിക്കാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മുടെ അധികൃതരായിട്ടുള്ള ആളുകളടുത്ത് നമ്മൾ ലഭിക്കുന്ന ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ട് നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്ന മുൻകരുതലുകൾക്ക് പരമാവധി സഹകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കാസർഗോഡ് നേരത്തെ താങ്കളുടെ സുഹൃത്ത് സൂചിപ്പിച്ച പോലെ ആളുകൾ മാറി താമസിക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പകൽ സമയത്ത് തന്നെ മാറി താമസിക്കണമെന്ന് പറയുമ്പോൾ ആളുകൾ ഒരുപക്ഷെ ഇപ്പോൾ ചെറിയ മഴയല്ലേ ഉള്ളൂ, അതുകൊണ്ട് മാറേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം. ഒരുപക്ഷെ രാത്രി മഴ കൂടുകയും അവിടെ വീടുകളിലേക്ക് വെള്ളം കയറുകയും ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ അത് നമുക്ക് കൂടുതൽ ക്രൈസിസ് ഉണ്ടാക്കും. കൂടാതെ ഇതിന് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയൊരു സഹകരണം നമുക്ക് ചില കാര്യങ്ങളിലും ആവശ്യമാണ്. ഇപ്പം ഞാൻ ഈ കൺട്രോൾ റൂമിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ നടക്കുന്ന നിങ്ങളുടെ റിപ്പോർട്ടേഴ്സ് വെക്കുന്ന ഓരോ ഇവൻറ്റും ഫോളോ ചെയ്യുന്ന ആളാണ്. ഓരോ ഇവൻറ്റും നിങ്ങളുടെ റിപ്പോർട്ടേഴ്സ് പറയുമ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് അതല്ലാതെ ഇൻഫർമേഷൻ കിട്ടുമ്പോഴും അവരെ വിളിച്ച് ആളുകളോട് ചോദിച്ച് എന്താണ് പ്രശ്നം അത് പരിഹരിക്കുന്ന ആ കൺട്രോൾ റൂമിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്നില്ല, ഞങ്ങൾ കൺട്രോൾ റൂമിൽ ജോലി ചെയ്യുന്ന ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നം പല പ്രശ്നങ്ങളിലും ചില സ്വകാര്യ വ്യക്തികളുടെ ഇടപെടൽ കൂടി വെച്ചുകൊണ്ടാണ്. നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മൾ നോട്ടീസ് കൊടുത്ത് പരിഹരിക്കാനൊക്കെയാണ് ശ്രമിക്കുന്നത്. പക്ഷേ ആളുകളുടെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ആ നോട്ടീസൊക്കെ ഒഴിവാക്കി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ചില ആളുകൾ അവരുടെ പറമ്പിൽ അതിർത്തി കെട്ടി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അവിടെ തൊട്ടടുത്ത പറമ്പിൽ നിന്ന് വെള്ളം അങ്ങോട്ട് വരാതിരിക്കാനായിരിക്കും. അപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന ആ പറമ്പിൽ വെള്ളം നിന്ന് മറ്റു വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. രണ്ടാമതൊരു കാര്യം, ഇപ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കാറ്റ് നമുക്ക് വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ വീടുകൾക്കെല്ലാം ഇപ്പോൾ ഒരുപാട് വീടുകൾക്ക് ടെറസിൻ്റെ മുകളിൽ ഒരു മേൽക്കൂര നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ആരും മെയിൻ്റനൻസ് ചെയ്യുന്നില്ല. എല്ലാവരും മേൽക്കൂരകൾ വെക്കും, നമുക്ക് തുണി അലക്കിടാനോ അല്ലെങ്കിൽ നമുക്ക് ചൂട് കുറയ്ക്കാനോ ഒക്കെ ആയിട്ട്. പക്ഷേ ആരും ആ വെച്ചിട്ടുള്ള മേൽക്കൂരകൾ നമ്മൾ ഒരു മെയിൻ്റനൻസും ആരും ചെയ്യുന്നില്ല. ഈ മേൽക്കൂരകൾ അപ്പാടെ പറന്നു പോകുന്ന പ്രശ്നങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടിയന്തരമായി നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം മേൽക്കൂരകൾ വെച്ചിട്ടുള്ള വീടുകളിൽ അതിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പോലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ മേൽക്കൂര പറയുമ്പോൾ നമുക്ക് പ്രയാസമാണല്ലോ. അപ്പോൾ ആ മേൽക്കൂരകൾ ശക്തിപ്പെടുത്താൻ വേണ്ടി വേണ്ട നടപടികൾ എടുക്കണം. നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പൗരസമൂഹം എന്ന നിലയിൽ, പൗരന്മാരെന്ന നിലയിൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ആ ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറേണ്ടതാണ്. പക്ഷെ പ്രശ്നം അടിസ്ഥാനപരമായി നമ്മുടെ ആസൂത്രണത്തിലെ പിഴവുകളാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞത് മേൽക്കൂരയിൽ അശാസ്ത്രീയമായി നിർമ്മിതികൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിനൊന്നും നമുക്കൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഇല്ല ഫഹദ്. മറ്റ് വിദേശ രാജ്യങ്ങളിലോ വളരെ വികസിതമായ രാജ്യങ്ങളിലോ നമ്മൾ കാണുന്ന അവിടുത്തെ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുസൃതമായിട്ടുള്ള നിർമ്മാണങ്ങൾ, അത് സംയോജിതമായിട്ടുള്ള അതിലുള്ള അധികൃതരുടെ അതോറിറ്റീസിൻ്റെ ഇടപെടൽ, അതിനോട് ഈ ജനം കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റ്, അത് കാണിച്ചില്ലെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ടി വരുന്ന പിഴ, ഇങ്ങനെ തുടങ്ങി പിഴവുകളില്ലാത്ത ഒരു സംവിധാനത്തിന് ആസൂത്രണത്തിനുമൊക്കെ ഒടുവിലാണ് അവർ നമ്മൾ ഇന്ന് ഈ കാണുന്ന സുരക്ഷിതമായ അല്ലെങ്കിൽ കുറെ കൂടി വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ട് മാറുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ ഭാഗത്ത് അത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് ഉണ്ടാകുന്നില്ല. നിർഭാഗ്യവശാൽ അതിനോട് സഹകരിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ജനങ്ങളിൽ കാണുന്നില്ല. അതിലും നിർഭാഗ്യവശാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു സംവിധാനം നമുക്കില്ലാതെ പോകുന്നു. ബട്ട് ഐ എം നോട്ട് ഞാൻ വളരെ പെസിമിസ്റ്റിക് ആയിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുക. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്, അതുകൊണ്ട് പറഞ്ഞത് മാത്രം. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പരിഹരിക്കേണ്ടതും തിരുത്തേണ്ടതുമായ കാര്യങ്ങളാണ്. താങ്കൾ പറഞ്ഞതുപോലെ സഹകരണത്തോടു കൂടി തന്നെ. മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ആരാണ് പരിഹാരം കാണേണ്ടത് എന്നതാണ് നമ്മൾ ഈ വൈകുന്നേരം ചർച്ച ചെയ്യുന്നത്. ധാരാളം ആളുകൾ അവരുടെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ നാളെ അവധിയുണ്ടോ എന്ന ചോദ്യങ്ങളുമായി എത്തിയിട്ടുണ്ട്, പതിവ് പോലെ തന്നെ. അതേസമയം തന്നെ ഈ കാലാവസ്ഥ എന്തൊക്കെയാണ് പുതിയ കാലാവസ്ഥ അപ്ഡേറ്റുകൾ എന്ന് ഈ സമയത്ത് നമ്മൾ നോക്കുന്നത് ഉചിതമായിരിക്കും. നമ്മളോടൊപ്പം കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിലെ ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന ശാസ്ത്രജ്ഞ ശ്രീമതി വി കെ മിനി ചേരുന്നുണ്ട്. ശ്രീമതി വി കെ മിനി, ഒരുപാട് പേർ നാളെ അവധിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ കേരളത്തിലൊരു ശീലം പതിവായി മാറിയിട്ടുണ്ട്, മഴ വരുമ്പോൾ കുട്ടികൾക്ക് അവധിയുണ്ടോ എന്ന് ചോദിക്കുന്നത്. പക്ഷെ നമുക്കറിയേണ്ടത് നാളെ എന്താണ് കാലാവസ്ഥ മുന്നറിയിപ്പ്, എവിടെയൊക്കെയാണ് ശക്തമായ മഴ, റെഡ് അലേർട്ട് എവിടെയൊക്കെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്, എന്താണ് നാളത്തെ മഴയുടെ സാഹചര്യം? ഇന്ന് നമ്മൾ റെഡ് അലേർട്ട് കൊടുത്തിരിക്കുന്ന ജില്ലകൾ എന്ന് പറയുന്നത് വടക്കൻ ജില്ലകളാണ്. അത് അത്യന്തം കനത്ത മഴ, കനത്തതും അത്യന്തം കനത്തതുമായ മഴ കുറച്ച് സ്ഥലങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ പെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അങ്ങനെ കൊടുത്തിരുന്നത്. ഇനിയും നാളത്തെ എന്ന് പറയുമ്പോൾ നാളെ ഏറ്റവും വടക്കൻ ജില്ലകളായ
കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് നമ്മൾ അലർട്ട് കൊടുത്തിരിക്കുന്നത്. അവിടെ ഓറഞ്ച് അലർട്ടാണ്. ഓറഞ്ച് അലർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള പ്രിപ്പറേഷൻ എടുക്കുക, അതിന് തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള അലർട്ടാണ്. ബാക്കി ജില്ലകളിൽ തെക്കൻ ജില്ലകൾ ഒഴിച്ച് ബാക്കിയുള്ള ജില്ലകളിൽ മഞ്ഞ അലർട്ടും കൊടുത്തിട്ടുണ്ട്. ശരി, ഈ കനത്ത മഴയുടെ ദിവസങ്ങൾ അത് ഇനി അങ്ങോട്ട് കുറയുകയാണോ ചെയ്യുന്നത്? മഴ കുറയാനാണോ സാധ്യത, അതോ മഴ കൂടാനാണോ സാധ്യത? ഇനിയും അടുത്ത 2 ദിവസം കൂടെ കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനടുത്ത ദിവസങ്ങളിൽ മഴ കുറയാനാണ് സാധ്യത. പിന്നീട് ഞങ്ങളുടെ എക്സ്റ്റൻഡഡ് റേഞ്ച് ഫോർകാസ്റ്റ് അനുസരിച്ച് അടുത്ത ആഴ്ചയിൽ ഇതിലും കുറച്ച് മഴയും കൂടെ കുറയാൻ സാധ്യതയുണ്ട്. മഴ കുറയുക എന്നതുകൊണ്ട് നമ്മൾ അലർട്ട് കൂടുതലായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള അലർട്ടിൽ ജാഗ്രതാ നിർദ്ദേശം അനുസരിച്ച് ജനങ്ങൾ അധികം ജാഗ്രത പുലർത്തേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു സാധ്യതയിലേക്കാണ് അടുത്ത ആഴ്ചയിലേക്ക് നീങ്ങുന്നത്. എന്നിരുന്നാലും ഈ കാലവർഷ സമയത്ത് ഉണ്ടാകാവുന്ന മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ മഴ മാത്രമല്ല, കാറ്റ് വീശുവാനുമുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഈ അടുത്ത 2 ദിവസത്തേക്ക്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യം തന്നെയാണ്. അതുമല്ല, നമുക്ക് ഈ വർഷം 2 സ്പെല്ലായിട്ട് കനത്തതും അത്യന്തം കനത്തതുമായ മഴ ലഭിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായി ഈ മണ്ണ് എല്ലാം കുതിർന്ന് കൂടുതൽ സാച്ചുറേറ്റഡ് ആയി നിൽക്കുന്ന ഒരവസ്ഥയിൽ ഇനി ഒരു ചെറിയൊരു കാറ്റ് വന്നാലും, ശക്തമായിട്ടുള്ള കാറ്റിൽ തന്നെ അതിന്റെ ഏറ്റവും താഴത്തെ നിലയിലുള്ള ഒരു കാറ്റ് വന്നാൽ പോലും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, മരങ്ങൾ കടപുഴകി വീഴാനും അങ്ങനെയുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. ശരി, വളരെയധികം നന്ദി ശ്രീമതി വി കെ മിനി ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചതിന്. ആൻ മരിയ സണ്ണി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ഇപ്പോൾ. ആൻ മരിയ, ഇപ്പോൾ ഈ ചെല്ലാനം അതേപോലെ തന്നെ കണ്ണമാലി മേഖലയിൽ വലിയ കടൽക്ഷോഭം, അതുപോലെ തന്നെ അവിടുത്തെ തീരദേശവാസികൾ വലിയ ആശങ്കയിലും ഭീതിയിലുമായിരുന്നു. ഒരു ഘട്ടത്തിൽ അവർ കടലിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് നിലവിൽ ഈ തീരപ്രദേശങ്ങളിലെ അവസ്ഥ പൊതുവിൽ നോക്കുമ്പോൾ? JK, അതിരൂക്ഷമായിട്ടുള്ള ഒരു സാഹചര്യം അത് തന്നെയാണ് ഇപ്പോഴും ആ പ്രദേശങ്ങളിൽ, തീരദേശ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രൂക്ഷമായിട്ടുള്ള കടലാക്രമണം അത് ഇങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും കൂടുകയല്ലാതെ അതിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുന്നത്. ആ യോഗത്തിൽ 10 ദിവസത്തിനുള്ളിൽ ജിയോ ബാഗുകളൊക്കെ സ്ഥാപിച്ച് അവിടെ സുരക്ഷിതമാക്കുമെന്നുള്ളൊരു ഉറപ്പും അവർക്ക് നൽകിയിരുന്നു. പക്ഷേ നിലവിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത്, അവിടെയുള്ളവരോട് സംസാരിക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച, അല്ലെങ്കിൽ അവർ പറയുന്നതനുസരിച്ചാണ് എങ്കിൽ നിലവിൽ യാതൊരു തരത്തിലുള്ള ജിയോ ബാഗുകളുടെ നിർമ്മാണവും അവിടെ ആരംഭിച്ചിട്ടില്ല. ഇന്ന് മറ്റൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ചെല്ലാനത്ത് റോഡ് തടഞ്ഞു വരെയുള്ള ഒരു പ്രതിഷേധം. ആ ഒരു പ്രതിഷേധത്തിലേക്ക് ഈ കണ്ണമാലി പ്രദേശങ്ങൾ, നായരമ്പലം പ്രദേശവാസികളൊക്കെ ആ രീതിയിലുള്ള വലിയൊരു പ്രതിഷേധത്തിലേക്ക് അവർ പോകുന്നു. അങ്ങനെ ഒരു മാറ്റം അവർ പറയുന്നത് ഇങ്ങനെയാണ്: എത്ര ദിവസം മറ്റു സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ക്യാമ്പുകളിലേക്ക്, മറ്റുള്ളവരുടെ വീടുകളിലേക്ക് ഞങ്ങൾ മാറി താമസിക്കുമെന്നുള്ള ഒരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ അടക്കം ജാഗ്രത പാലിക്കണമെന്നും പറയുമ്പോൾ ഏത് രീതിയിൽ അവർ സുരക്ഷിതമാണ് എന്ന് ആലോചിക്കേണ്ടേ എന്നും കൂടെയാണ് അവർ ചോദിക്കുന്നത്. ശരി, ആ പ്രശ്നം തന്നെയാണ് ചെല്ലാനം ഭാഗത്തെ ജനങ്ങൾ നേരിടുന്നതും. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി കൂടിയുണ്ട്. സൂരജ്, പടിയൂരിൽ 100-ലധികം വീടുകളിൽ വെള്ളം കയറി ഉണ്ടായ അവസ്ഥ, ആ ദൃശ്യങ്ങൾ രാവിലെ കണ്ടതാണ്. അവിടെ ബണ്ട് നിർമ്മിച്ചതാണ്, അത് തുറന്നു കൊടുത്താൽ ഈ പ്രശ്നം തീരുമെന്നൊക്കെ നാട്ടുകാർ പറഞ്ഞതും പഞ്ചായത്തിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായതുമൊക്കെ കണ്ടതാണ്. എന്താണ് അവിടുത്തെ സാഹചര്യം ഇപ്പോൾ? ഗോപികൃഷ്ണൻ, പടിയൂരിലെ ആശങ്ക ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. ഈ 100-ലധികം വീടുകൾ തീർത്തും വെള്ളത്തിലാണ്. ഇന്ന് രാത്രി മഴ പെയ്യുകയാണെങ്കിൽ നാളത്തെ സ്ഥിതി എന്താകും എന്നുള്ളതാണ് ഈ 100 കുടുംബങ്ങളെ സംബന്ധിച്ചുള്ള വലിയ ആശങ്ക. ഇതിനോടകം തന്നെ ചില കുടുംബങ്ങളിൽപ്പെട്ടവർ ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നെങ്കിലും അങ്ങോട്ട് മാറാനും ഇവർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി മഴ പെയ്യുകയാണെങ്കിൽ നാളെ എന്താകും അവിടുത്തെ സ്ഥിതി എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ ആശങ്കയുണ്ട്. അതേസമയം ബണ്ട് തുറക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായാണ് പഞ്ചായത്ത് അധികൃതർ അറിയിക്കുന്ന. അത്തരം ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. നാളെ തന്നെ ബണ്ട് തുറക്കാൻ കഴിയും എന്ന പ്രതീക്ഷ പഞ്ചായത്ത് പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഔദ്യോഗിക ഉത്തരവായ ഒന്നും തന്നെ പുറത്തിറങ്ങിയിട്ടില്ല. അതേസമയം തൃശ്ശൂർ ജില്ലയിലാകെ തന്നെ മഴ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് വൈകുന്നേരത്തോടു കൂടിയുള്ളത്. മലയോര മേഖലകളിലടക്കം ശക്തമായ മഴയുണ്ട്. അതോടൊപ്പം തന്നെ കരുവന്നൂർ പുഴ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വലിയ ആശങ്കയാണ് അവിടെയും ഉള്ളത്. ഗോപികൃഷ്ണൻ. ശരി, കമാൽ പാഷ സാർ, സ്വാഭാവികമായിട്ടും ഈ ചർച്ച കാണുമ്പോൾ ഇതിന്റെ മുഴുവൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്ന ഒരു പ്രതീതി പ്രേക്ഷകർക്കുണ്ടാകും. പക്ഷേ നമ്മുടെ മുന്നിൽ കാണുന്ന കാഴ്ചകളാണ്, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്, അതും നാട്ടുകാർക്ക് മനസ്സിലാകും.
ഇനി ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ വൈകിയ വേളയിൽ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? എന്തായിരിക്കും താങ്കൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ? ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഗോപീഷൻ. നമ്മളിപ്പോൾ എല്ലാ കാര്യവും സർക്കാരിൻ്റെ തലയിൽ ഇടുന്നുകൊണ്ട് പോയി യാതൊരു കാര്യമില്ല. കാരണം നമുക്കെന്ത് വൃത്തികേടും കാണിക്കാം, ബാക്കി അത് സർക്കാർ നോക്കിക്കൊള്ളണം എന്ന് പറയുന്നതിന് തുല്യമാവും. അത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മൾ മരം വെച്ച് പിടിപ്പിക്കും, എന്നിട്ട് അത് സർക്കാർ വന്ന് നമ്മുടെ അടുത്ത് പറയണം, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ മുറിച്ച് മാറ്റിക്കൊള്ളണം. ആ കാഴ്ചപ്പാട് ശരിയല്ല. നമ്മൾ തന്നെ സ്വമേധയായി ഇത് മുന്നോട്ടിറങ്ങി ഇതങ്ങ് ചെയ്യാനായിട്ട് പഠിക്കണം. ഒന്ന്, പിന്നെ ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ദുരന്തമുഖത്ത് നേരത്തെ ഭാഗത്ത് പറഞ്ഞ മാതിരി അവിടെ ആൾക്ക് ചെല്ലുക എന്ന് പറയുന്നത് ഇപ്പോൾ വലിയ താല്പര്യമുള്ള ഒരു കാര്യമാണ്. ദുരന്തങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നാണ്ട മാധ്യമങ്ങളിൽ കണ്ടതാണ്, അഹമ്മദാബാദിൽ ആ സ്ഥലമുണ്ടല്ലോ, ആ ഭാഗം, അതായത് ഈ വിമാനാപകടം നടന്ന ആ സ്ഥലം, അവിടെ ജനങ്ങൾക്ക് താമസിക്കാൻ വയ്യ. കാര്യം എന്താ? മുഴുവൻ ആളുകളും ഇവിടെ കാണാനായിട്ട് ഇന്ന് കൂടുകയാണ്. ഒരു മാർഗവുമില്ല അവർക്ക്. എന്ന് പറഞ്ഞ പോലെ ഇന്നൊരു അപ്പൂപ്പനും കൊച്ചുമോളും കൂടെ പുഴയിൽ വെള്ളം പൊങ്ങിയേക്കുന്ന കാണാൻ പോയേക്കുന്നത്, അതിനകത്ത് വീണ് കഴിഞ്ഞപ്പോൾ എൻ്റെ നാട്ടുകാർ കഷ്ടപ്പെട്ട് ഏതായാലും പിടിച്ചു കയറ്റി. അത് ആ അപ്പൂപ്പൻ്റെ തലയും ഏതാണ്ട് കുഴപ്പം പറ്റിയിട്ടുണ്ട്, കൊച്ചിൻ്റെ മുഖവും പറ്റി. എന്ന് പറഞ്ഞ പോലെ ഈ ദുരന്തങ്ങൾ കാണാൻ പോകുന്നത് തന്നെ ഒന്ന് ഒഴിവാക്കണം. അത് നമുക്ക് നല്ലതല്ല. മനുഷ്യന് നമുക്കൊരു സിവിക് സെൻസ് വേണം. അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സൊസൈറ്റി പലർക്കും ഇല്ല. അത് വേണം. അത് നമ്മൾ വേണം ഗവൺമെൻറ്റിനോടും ഈ ലോക്കൽ ബോഡീസിനോടും ഒക്കെ ഒപ്പം ചേർന്ന് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മളും കൂടെ ഒന്ന് നടത്തണം. അല്ലാതെ ഇതെല്ലാം നമ്മൾ ഗവൺമെൻറ് ചെയ്തോണം എന്ന് പറയുന്നതിൽ വലിയ അർത്ഥം ഞാൻ കാണുന്നില്ല. നമുക്കും കൂടെ ഒരു നല്ല ഒരു കോപ്പറേഷൻ, ഒരു മെൻറ്റാലിറ്റി വേണം. അതാണ് പറയാനുള്ളത്. ശരി, ഏതായാലും മഴക്കാലമാണ്. വളരെ വലിയ ശ്രദ്ധ ആവശ്യമായ ഒരു സമയമായി നമ്മുടെ മുന്നിലേക്ക് അത് മാറിയിരിക്കുന്നു. എവിടെയും അപകടം പതിയിരിക്കുന്ന തരത്തിലേക്ക് മഴക്കാലം ഭീതി ഉണ്ടാക്കുന്ന ഒരു കാലമായി മലയാളികൾക്ക് മാറിയിട്ടുണ്ട്. അതിൽ നിന്ന് കരകയറാൻ, അതിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ, അവർക്ക് സുരക്ഷ ഒരുക്കാനുള്ള ഉത്തരവാദിത്വത്തിന്റെ മുഴുവൻ ചുമതലയും സർക്കാരിനോ ഭരണാധികാരികൾക്കോ മാത്രം കൊടുത്ത് കൈകെട്ടി നിൽക്കുക എന്നതാകരുത്. തോളോട് തോൾ ചേർന്ന് നമ്മുടെ അയൽക്കാരെയും നമുക്കൊപ്പമുള്ളവരെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നമ്മളും പങ്കാളികളാകണം. സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ കാര്യങ്ങളിൽ ജാഗ്രതയോടുകൂടി, ഉത്തരവാദിത്വത്തോടുകൂടി, കരുതലോടുകൂടി ഇടപെടൽ നടത്തുകയും വേണം. അതുണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഈ ചർച്ച ബാക്കി വെക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.